ഈ പറഞ്ഞ പാമ്പുകളൊക്കെ പെട്ടെന്നൊരു ദിവസം എവിടുന്നെങ്കിലും ഇങ്ങനെ വന്ന് പെട്ടതൊന്നുമല്ല. പലർക്കും ഒരു ധാരണയുള്ളത് കുഞ്ഞു പാമ്പുകൾക്ക് വിഷം ഉണ്ടാവില്ല എന്നാണ്. കുഞ്ഞു പാമ്പുകൾക്ക് വിഷം ഉണ്ടാവും. മുതിർന്ന പാമ്പുകളെ പോലെ തന്നെ വെനം ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ പോലും ക്വാളിറ്റി ഓഫ് വെനം അല്ലെങ്കിൽ പൊട്ടൻസി എന്ന് പറഞ്ഞാൽ ഹൈ ആയിരിക്കും. കന്നുകാലികൾക്ക് കൊടുക്കുന്ന പിണ്ണാക്കിൻ്റെ ബാക്കിയായാൽ പോലും എലികൾ അതിലേക്ക് ആകർഷിക്കപ്പെടും. എലി വരും. അപ്പോൾ ആ എലി വരുമ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടി പാമ്പുകൾ വരും. അപ്പോൾ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സാധ്യത നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റൂൾ ഔട്ട് ചെയ്യാം. എലി വന്നു കഴിഞ്ഞാൽ മറ്റൊരു സംഗതി, എലി മാളങ്ങളുണ്ടാക്കും. ആ മാളം വീണ്ടും പാമ്പിന് ഹൈഡൗട്ട്സ് ആവാനും സാധ്യതയുണ്ട്. ഈ കുഞ്ഞു പാമ്പുകൾ തീരെ ചെറുതായത് കാരണം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് വീടിൻ്റെ പുറത്ത് ഊരി വയ്ക്കുന്ന ഷൂവിനകത്തും കയറിയിരിക്കാം. അതിനെ സംബന്ധിച്ച് അതൊരു ചെറിയ മാളം പോലെ തോന്നുന്നു, അതിനകത്ത് കയറിയിരിക്കാം. അപ്പോൾ എപ്പോഴും കുട്ടികൾ ഷൂ എടുത്ത് ഇടുമ്പോഴേക്കും അത് ഒന്ന് തട്ടി നോക്കിയിട്ട് ഇടണം എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. മലയാളികൾ മുഴുവൻ പാമ്പ് പേടിയിൽ നിൽക്കുകയാണ്. എവിടെ നോക്കിയാലും പാമ്പ്, ചുറ്റിനും പാമ്പ്, പത്രത്തിൽ പാമ്പ്, ഫോൺ തുറന്നാൽ പാമ്പ്, അങ്ങനെ ഒരു പേടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് ഇത് ആക്ച്വലി നമ്മൾ പാമ്പുകളെ പറ്റി കൂടുതൽ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. എപ്പോഴും അങ്ങനെ ഒരു ട്രെൻഡ് പെട്ടെന്ന് വന്നു. ഒരു 2-3 ദിവസം കൊണ്ട് വാർത്തകളിൽ മുഴുവൻ പാമ്പുകൾ നിറയുന്നു എന്നുള്ളൊരു സാഹചര്യം വന്നു. അതുകൊണ്ടാണ്. അപ്പോൾ പെട്ടെന്ന് പാമ്പുകളെ പറ്റി ചർച്ച കൂടിയപ്പോഴേക്കും ഒരു ഫിയർ ഫാക്ടർ ഡെവലപ്പായി. അതായത് അതൊരു കൾട്ടിവേറ്റഡ് ഫിയർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പറഞ്ഞ പാമ്പുകളൊക്കെ പെട്ടെന്നൊരു ദിവസം എവിടുന്നെങ്കിലും ഇങ്ങനെ വന്ന് പെട്ടതൊന്നുമല്ല. ഇതെല്ലാം നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടായിരുന്നതാണ്. അവയ്ക്ക് അവയുടേതായ വളരെ പ്രധാനപ്പെട്ട പാരിസ്ഥിതിക ധർമ്മങ്ങളുണ്ട്. ഇതൊന്നും നമ്മളെ ബോധ്യപ്പെടുത്താതെ ഒരു ഹിഡൻ അല്ലെങ്കിൽ ഒരു പാസീവായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന ജീവികളാണ് പാമ്പുകൾ. ഇപ്പോൾ പക്ഷികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സാന്നിധ്യം നമ്മളെ അറിയിക്കുകയും അല്ലെങ്കിൽ നമുക്ക് അവയുടെ ആക്ടിവിറ്റീസൊക്കെ നമുക്കെപ്പോഴും കാണാൻ പറ്റും. പാമ്പുകളുടെ ആക്ടിവിറ്റീസ് എന്താണെന്ന് നമുക്കെപ്പോഴും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഒരു സാന്നിധ്യത്തിലായിരിക്കില്ല അവരുടെ ഒരു ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇര പിടിക്കുന്നതായാലും ഈ ഫിയർ ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ടൊരു പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു എക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് മനസ്സിലാവാൻ വേണ്ടി ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം 2025-26 കാലയളവിൽ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പാമ്പ് കടിയേറ്റ് കേരളത്തിൽ മരിച്ചത് 18 പേരാണ്. ഒരു 5 വർഷം മുമ്പ് അത് 120-150ഓളം പേര് പാമ്പ് കടിയേറ്റ് ഒരു വർഷം കേരളത്തിൽ മരണപ്പെട്ടിരുന്നു. പക്ഷേ ഈ 18 പേര് മരിച്ച കഴിഞ്ഞ വർഷം കേരളത്തിൽ എലിപ്പനി ബാധിച്ച് മരിച്ചത് 362 പേരാണ്. എലികളുടെ എണ്ണം നോക്കുമ്പോഴേക്കും അവയുടെ എണ്ണം ഒരു ആരോഗ്യകരമായ ലിമിറ്റിനുള്ളിൽ നിയന്ത്രിച്ച് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ അവയിലൂടെ ഉണ്ടാകുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെങ്കിൽ അത്തരം പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങളൊക്കെ അവയിലൂടെ വരുന്നത് ചിലപ്പോൾ വളരെ മാരകമായിരിക്കും. അവയുടെ എണ്ണം വർദ്ധിക്കുന്നതും വളരെ പെട്ടെന്ന്, ഇപ്പം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആ ഒരു പേസിൽ വർദ്ധിക്കുന്ന ജീവികളുണ്ട്. അല്ലെങ്കിൽ ജോമെട്രിക് പ്രോഗ്രഷൻ, അതായത് 1, 2, 4, 8, 16 അങ്ങനെ ആ ഒരു വേഗതയിൽ വർദ്ധിക്കുന്ന ജീവികളുണ്ട്. ഇനി അതിനേക്കാൾ എക്സ്പൊണൻഷ്യൽ വേഗതയിൽ വർദ്ധിക്കുന്ന ജീവികളുണ്ട്. എലികളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പൊണൻഷ്യൽ വേഗതയിൽ വർദ്ധിക്കുന്ന ജീവികളാണ്. പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും. എലികളെ പിടിക്കുന്ന ഒരുപാട് ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്ന എലികളെ മൂങ്ങകൾ ഭക്ഷണമാക്കും. പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുന്ന എലികളെ പൂച്ചകൾ പിടിക്കും. അപ്പം രാത്രിയും പൂച്ചകളെ പിടിക്കും, പരുന്തുകൾ പിടിക്കും. പല തരത്തിലുള്ള പക്ഷികളൊക്കെ എലികളെ പിടിക്കാറുണ്ട്. പക്ഷേ മാളങ്ങൾക്കുള്ളിൽ പോയി എലിയെ പിടിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു ജീവി വിഭാഗം എന്ന് പറയുന്നത് മൂർഖനും ചേരയും ഒക്കെ ഉൾപ്പെടെയുള്ള പാമ്പുകളാണ്. ഒരു പെയർ എലിക്ക് ഒരു വർഷം കൊണ്ട് ഒരു 60,000 വരെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലാ സ്പീഷീസും അല്ല, ചില സ്പീഷീസുകൾ അത്രയും വേഗത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. 20 ലക്ഷം വരെ 3 വർഷം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്പീഷീസ് ഉണ്ട് എലികൾ. അപ്പോൾ അതിനെ അത്ര കണ്ട് എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബയോളജിക്കൽ ഏജൻസ് ഭൂമിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എലികളിലൂടെ വരുന്ന മനുഷ്യർക്കുണ്ടാകുന്ന അപകടങ്ങൾ വളരെ മാരകമായിരിക്കും. ഇപ്പോൾ ഒരു വെള്ളിമൂങ്ങ പെയർ ഒരു വർഷം 3600ഓളം എലികളെ പിടികൂടി ഭക്ഷണമാക്കുന്നുണ്ടെന്നാണ് കണക്ക്. അതിനേക്കാളും വളരെ എഫക്റ്റീവായിട്ട് എലികളുടെ എണ്ണം കൺട്രോൾ ചെയ്യുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ചേരകളാണ്. നമുക്ക് ചുറ്റും ഏറ്റവും എപ്പോഴും വേണ്ടുന്നൊരു കാറ്റഗറി കൂടിയാണ് ചേരകൾ. റാറ്റ് സ്നേക്ക് എന്നാണ് അതിൻ്റെ പേര് തന്നെ. മാളങ്ങൾക്കുള്ളിൽ പോയി എലികളെ പിടികൂടുന്നു, ഭക്ഷിക്കുന്നു. ഈ ഒരു കൺട്രോള് നിലനിർത്തി കൊണ്ടുപോരുന്നത് പാമ്പ് വർഗത്തിൽപ്പെട്ട ജീവികളാണ്. ചേരകളുടെ മറ്റ് ഒരുപാട് പാരിസ്ഥിതിക പ്രാധാന്യങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, പൊതുവിൽ ആൾക്കാർക്ക് അറിയാത്ത. ചേരകൾ നമ്മുടെ പരിസരത്തുണ്ടെന്നുണ്ടെങ്കിൽ ചേരകൾ എലികളെ മാത്രമല്ല ഭക്ഷണമാക്കുന്നത്, മറ്റ് പാമ്പുകളെയും പിടികൂടി ഭക്ഷണമാക്കാറുണ്ട്. ഇപ്പം നമ്മുടെ ഈ ബ്രീഡിംഗ് സീസണിലെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു ഫിയർ ഫാക്ടറിന് ഏറ്റവും ട്രിഗർ ചെയ്യുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞു പാമ്പുകളുടെ ഒരു സാന്നിധ്യമാണ്.
ബ്രീഡിംഗ് സീസണാണ്. കുഞ്ഞു പാമ്പുകൾ ജനിക്കുന്നു. മെയിൻലി ഈ വിഷമുള്ള പാമ്പുകളുടെ, അതായത് ഹൈലി വെനമസ് കാറ്റഗറിയിൽ വരുന്ന മൂർക്കൻ, വെള്ളിക്കെട്ടൻ, ചേനത്തണ്ടൻ, ഇതിന്റെയൊക്കെ കുഞ്ഞുങ്ങളെ കാണുന്ന സീസണാണ്. സമ്മർ സീസൺ. അത് ചിലപ്പോൾ അത് മാർച്ച് സെക്കൻഡ് ഹാഫിൽ തുടങ്ങാം, ചിലപ്പോൾ ഏപ്രിൽ ആദ്യം മുതൽ ഉണ്ടാവാം. ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ, മെയ്യോടുകൂടി ഇതൊക്കെ ഒന്ന് ഇതിനെ പുറത്ത് കാണാൻ പറ്റാത്തൊരു സാഹചര്യം. അതായത് തുടക്കത്തിൽ ഇതിനെ കൂടുതൽ പുറത്ത് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുന്ന സ്ഥലം അത് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ്. ഇപ്പോൾ മുട്ടയിടുന്ന പാമ്പാണെങ്കിൽ മുട്ടയിടുന്നത്, ഈ അണലി വർഗ്ഗമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രസവിക്കുക, മീൻസ് അത് ഓവോവിവി പാരസ് എന്ന് പറയും. മുട്ട ശരീരത്തിനുള്ളിൽ ഫോം ചെയ്തിട്ട് കുഞ്ഞുങ്ങളായിട്ട് പുറത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ വിരിഞ്ഞ് പുറത്തേക്ക് വരുന്നു, ആ കാറ്റഗറി. അവരായാലും പ്രസവിക്കുന്നത് വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ്. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യില്ല. ഈ പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പാരന്റൽ കെയർ ഒന്നുമില്ല. അമ്മക്കോഴി കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ അമ്മ പക്ഷി കുഞ്ഞുങ്ങൾക്ക് തീറ്റ ഇത് ഒക്കെ കൊണ്ടുവന്ന് കൊടുത്ത് ശരീരത്തിൻ്റെ ചൂടിൽ കരുതലും സംരക്ഷണവും ഒക്കെ കൊടുക്കുന്നത് പോലുള്ള സംവിധാനങ്ങളൊന്നും ഇവർക്കില്ല. ഇവർ ജനിച്ചാൽ ആ ഡേ 1 മുതൽ, അല്ലെങ്കിൽ മിനിറ്റ് 1 മുതൽ ഇവരുടെ നിലയ്ക്ക് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഭക്ഷണം അന്വേഷിക്കണം, ഇവർക്ക് സേഫായിട്ടുള്ള സുരക്ഷിതമായ സ്ഥലങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കുന്ന സ്ഥലത്ത് ഇവർക്ക് ഫുഡിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവണം, വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവണം, സേഫായിട്ടുള്ള ഒരു ഹൈഡ് ഔട്ട് ആയിരിക്കണം. അപ്പം അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിക്കുന്ന ഒരു സഞ്ചാരത്തിലാണ് ജനിച്ച തുടക്കത്തിലുള്ള ഒരു ഏതാനും ദിവസങ്ങൾ. അപ്പോൾ ആ സമയത്താണ് ഇത് സഞ്ചരിച്ച് നമ്മുടെ വീടിൻ്റെ മുറ്റത്തോ വീടിനുള്ളിലോ കുഞ്ഞുങ്ങളുടെ ഷൂവിനകത്തോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ ഇവിടെയൊക്കെ വന്ന് പെടാനുള്ള സാധ്യത. ഈ ഒരു സീസണിൽ ഇങ്ങനെ സഞ്ചരിച്ച് അതിന് സേഫായിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നതോടുകൂടി പിന്നെ അവർ അവിടെ അങ്ങ് എന്താവും, പിന്നെ അങ്ങ് മറയും. പിന്നെ ആരുടെയും നമ്മുടെ സാന്നിധ്യത്തിലൊന്നും അവരെ കാണാൻ പറ്റത്തില്ല. നമ്മുടെ സാന്നിധ്യം ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ പുറത്തിറങ്ങാതെ ആ ഹൈഡൗട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ്. ബൈബിളിൽ പാമ്പുകളെ പറ്റി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പാമ്പുകളെ പോലെ വിവേകമുള്ളവരാവുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ വിവേകം എന്താണെന്ന് വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗിച്ചിൻ ഫുനാകൌഷി എന്ന് പറഞ്ഞിട്ടൊരു പഴയൊരു കരാട്ടെ മാസ്റ്റർ. അപ്പോൾ അദ്ദേഹം കരാട്ടെ, കുങ്ഫു, അതുപോലെ ജൂഡോ, ജുജിറ്റ്സു പോലുള്ള പല മാർഷൽ ആർട്സൊക്കെ അതിൽ അവഗാഹം നേടിയ ആളായിരുന്നു, വിദഗ്ധനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഇപ്പോഴും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ചോദിക്കാറില്ലേ, കളരിയാണോ കരാട്ടയാണോ നല്ലതെന്നൊക്കെ ചോദിക്കും. അതുപോലെ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ സ്വയരക്ഷയ്ക്ക് ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചു. ഇതിലേതാണെന്നാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹം മറുപടി പറഞ്ഞത്, നിങ്ങൾ പ്രശ്നം നടക്കുന്നിടത്ത് പോകാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ ഈ പാമ്പുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവേകം എന്ന് പറഞ്ഞാൽ അത് ശത്രുവിൻ്റെ സാന്നിധ്യത്തേക്ക് വരാതിരിക്കുക എന്നുള്ളതാണ്. മറഞ്ഞിരിക്കുക, ഒളിഞ്ഞിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ, അതായത് അതിന് പറ്റിയൊരു സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അതിനെ പുറത്തേക്ക് കാണാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ പുറത്തേക്ക് കൂടുതലായിട്ട് കാണുന്നു. എത്രയോ നാളുകളായിട്ട്, വർഷങ്ങളായിട്ട്. ഇപ്പോൾ ഒരു 6 അടി നീളമുള്ള മൂർഖനെ പുറത്ത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊരു ദിവസം അവിടെ എങ്ങനെ ആരെങ്കിലും കൊണ്ടുവിട്ടതോ അല്ലെങ്കിൽ എവിടെ നിന്നോ വന്നതോ ഒന്നുമല്ല. അതവിടെ തന്നെ ഉണ്ടായിരുന്നു, നമ്മുടെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ പാമ്പ് എന്തോ കാരണങ്ങളാൽ പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. ചിലപ്പം കുടിവെള്ളം കിട്ടാത്തതിൻ്റെ ഒരു പാമ്പുകൾക്ക് വെള്ളത്തിൻ്റെയൊക്കെ ആവശ്യകത എന്ന് പറഞ്ഞാൽ വളരെ വളരെ മിനിമമേ ഉള്ളൂ, അല്പം മതിയാവും. ഭക്ഷണവും തന്നെ അത് അതിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസൊക്കെ മിനിമം റിക്വയർമെൻറ്റേ ഉള്ളൂ. ചിലപ്പോൾ ആഴ്ചകളോളം ഭക്ഷണമില്ലാതെയൊക്കെ അതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ചൂട് കൂടിയതായിരിക്കാം, ചിലപ്പം ഈ ഭക്ഷണത്തിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞതായിരിക്കാം. എന്തോ കാരണങ്ങൾ കൊണ്ട് അതിനെ പുറത്തേക്ക് കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ ഇങ്ങനെ പാമ്പുകളെ ചിലപ്പോൾ ഈ ചൂട് കൂടുതലോ ഹ്യൂമിഡിറ്റി കൂടുതലോ ഒക്കെ കൊണ്ട് പുറത്തേക്ക് കണ്ടു കഴിഞ്ഞാൽ പോലും നമ്മൾ അതിനെതിരെ അതിനെയെല്ലാം തല്ലിക്കൊല്ലുക എന്നുള്ളതോ അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതോ അല്ല അതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത്. ആക്ച്വലി ഹെൽത്തി കോ എക്സിസ്റ്റൻസ് നമ്മൾ ശീലിക്കുക, അതോടൊപ്പം തന്നെ ഇവ നമ്മുടെ സ്പേസിലേക്ക് വരാതിരിക്കുക എന്നുള്ളതാണ്. പാമ്പുകളുടെ ഒരു ബേസിക് സംഗതി എന്ന് പറഞ്ഞാൽ അവയെ നമ്മൾ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡേ 1 മുതലോ ജനിച്ച ആ മിനിറ്റ് മുതലോ ഇവയ്ക്ക് അവയുടേതായ രീതിയിൽ സർവൈവ് ചെയ്യാനുള്ള സ്കിൽസും അതിനുള്ള അഡാപ്റ്റേഷൻസും പ്രകൃതിയാൽ തന്നെ ഉണ്ട്. കുഞ്ഞു പാമ്പ്, അതിൻ്റെ പലർക്കും ഒരു ധാരണയുള്ളത് കുഞ്ഞു പാമ്പുകൾക്ക് വിഷം ഉണ്ടാവില്ല എന്നാണ്. കുഞ്ഞു പാമ്പുകൾക്ക് വിഷം ഉണ്ടാവും. മുതിർന്ന പാമ്പുകളെ പോലെ തന്നെ വെനം ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ പോലും ക്വാളിറ്റി ഓഫ് വെനം അല്ലെങ്കിൽ പൊട്ടൻസി എന്ന് പറഞ്ഞാൽ ഹൈ ആയിരിക്കും. അപ്പോൾ അത് സർവൈവലിന് വേണ്ടിയിട്ടാണ്. കാരണം അതിനുവേണ്ടി ഭക്ഷണം ശേഖരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ കണ്ടെത്തി കൊടുക്കാനോ വേറെ ആരുമില്ല. അത് പുറത്തു പോയി അതിൻ്റെ ഇരയെ പിടികൂടി ഭക്ഷണം കഴിച്ചാലാണ് അതിന് സർവൈവൽ ഉള്ളൂ. അപ്പോൾ അതിന് ഒരു ഹൈ പൊട്ടൻസിയുള്ള വെനം ആവശ്യമാണ്. അത്തരം ജനിച്ച അന്നേരം മുതൽ തന്നെത്താൻ ജീവിക്കാനുള്ള പ്രാപ്തിയുള്ള, ആരും നീന്തൽ പഠിപ്പിക്കാതെ നീന്താനും ആരും മരം കയറാൻ പഠിപ്പിക്കാതെ മരം കയറാനും ഒക്കെ കഴിവുള്ള കാറ്റഗറിയാണ്.
നമ്മൾ ഒരു തരത്തിലുള്ള സംരക്ഷണ പ്രവർത്തനങ്ങളും ചെയ്യാതെ തന്നെ അവർ നമ്മുടെ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സർവൈവ് ചെയ്യും. സംഗതി അവർക്കുള്ള സ്പേസ് അവർക്ക് കൊടുക്കുക, നമ്മുടെ സ്പേസിലേക്ക് അവർ കടന്നു വരാതെ ശ്രദ്ധിക്കുക. ആ ഒരു ജാഗ്രത മാത്രം മതിയാവും. നമ്പർ കൂടിയിട്ടില്ല എന്നാണോ? നമ്പർ ഇപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ വർഷങ്ങളായിട്ടുള്ള പാമ്പുകളൊക്കെ തന്നെ അത് ചില എന്തെങ്കിലും കാരണങ്ങളുണ്ട്. ഒന്ന്, ബ്രീഡിംഗ് സീസൺ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളെ പുറത്ത് കാണുന്നു. രണ്ട്, മുതിർന്ന പാമ്പുകളെ പുറത്ത് കാണുന്നതിനും ചിലപ്പോൾ അത് കടുത്ത വേനലാകാം, ഒന്നിച്ച് വന്ന ഈ ഒരു ഹൈ ഹ്യൂമിഡിറ്റി ആകാം, ചിലപ്പോൾ ഈ വേനൽ കാരണം വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി തീരെ കുറഞ്ഞതാകാം, ഇരയുടെ അവൈലബിലിറ്റി തീരെ കുറഞ്ഞതാകാം. അങ്ങനെ പല കാരണങ്ങളാകാം. ഇതിൻ്റെ മാളങ്ങൾക്കുള്ളിൽ അതിന് കഴിഞ്ഞുകൂടാൻ പറ്റാത്ത തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആകാം. അപ്പോൾ കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിനുള്ള എന്തെങ്കിലും ചൂട് കാരണമാണ് പൊതുവെ ഒരു ധാരണ. അതെ, പക്ഷേ 2024 ഇവിടെ ഇതിനേക്കാളും ഹോട്ട് ക്ലൈമറ്റ് ആയിരുന്നു. അന്ന് ഈ പാമ്പിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഫിയർ ആയിരുന്നു. ഈ 2 കുട്ടികൾ മരിച്ച സംഭവം, കയറിയിരിക്കുന്ന അങ്ങനെ ഒരു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയപ്പെട്ടെന്ന് പറഞ്ഞാൽ വീടിനകത്തേക്ക് പാമ്പ് കയറി വരുന്നു എന്നുള്ളൊരു സംഗതിയാണ്. സാധാരണ എന്ന് പറഞ്ഞാൽ ഈ ടൈൽസിലൂടെ പാമ്പ് ഇഴയില്ല. അപ്പം ടൈലിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടച്ചുറപ്പുള്ള ഒരു മോഡേൺ രീതിയിലുള്ള ഒരു വീടിനകത്തേക്ക് പാമ്പ് വരില്ല എന്നുള്ളതാണ്. ആ ധാരണ നമ്മൾ ബേസിക്കലി പാമ്പുകളെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ധാരണയുണ്ടെങ്കിൽ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് അതുമായിട്ട് കോഎക്സിസ്റ്റ് ചെയ്യാം. അതിന് ഏറ്റവും വളരെ നല്ല ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഓസ്ട്രേലിയയിൽ ഒരുപാട് നമുക്ക് ഇന്ത്യയിലുള്ളതിനേക്കാൾ കൂടുതൽ വിഷമുള്ളതും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളതുമായിട്ടുള്ള വളരെ വേഗത കൂടിയ, ഇപ്പം പൊതുവിൽ ഇന്ത്യയിലെ വിഷപ്പാമ്പുകളെ സംബന്ധിച്ച് വിഷമില്ലാത്ത പാമ്പുകളെ അപേക്ഷിച്ച് വേഗത കുറവാണ്. പക്ഷേ അവിടെ എന്ന് പറഞ്ഞാൽ വളരെ വേഗതയുള്ളതും എന്നാൽ വളരെ വിഷമുള്ളതുമായിട്ടുള്ള പാമ്പുകളൊക്കെ ഉള്ള രാജ്യങ്ങളാണ്. പക്ഷെ അവിടെ ആൾക്കാരുടെ ഒരു ലെവൽ ഓഫ് അവയർനെസ് ഹൈ ആയത് കാരണം സ്നേക്ക് ബൈറ്റ് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ടെങ്കിലും അത് അവർ ഭംഗിയായിട്ട് മാനേജ് ചെയ്യുന്നു. അത് ഡെത്തിലേക്കോ അല്ലെങ്കിൽ മറ്റ് അപകടത്തിലേക്കോ എത്തിക്കത്തില്ല. അവിടെ ഒരു വർഷം 2-3 പേരൊക്കെ മാത്രമാണ് പാമ്പ് കടിയിട്ട് മരണപ്പെടുന്നത്. അപ്പോൾ ആ ഒരു അവയർനെസ് ലെവലിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഹൗ ടു കോഎക്സിസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ സ്പേസിലേക്ക് അവർ വരാതെ എങ്ങനെ നമ്മൾ സേഫ് ആവുക. എങ്ങനെ സേഫ് ആവാം? ഒന്ന്, വീടിനകത്തേക്ക് അവർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. ഒന്ന്, ഈ പലതരത്തിലുള്ള എൻട്രി പോയിന്റ്സ് ഉണ്ടാവും വീടിനകത്തേക്ക്. ഇപ്പം വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ വാതിലിലൂടെ അകത്തേക്ക് കടന്നു വരാം. ജനാല തുറന്നിട്ട് കഴിഞ്ഞാൽ സാധാരണ വീടിൻ്റെ ജനാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 അടിയോ 5 അടിയോ ഉയരത്തിലായിരിക്കും തറനിരപ്പിന്ന്. അപ്പോൾ അത്രയും ഉയരത്തിലേക്ക് പാമ്പ് കയറി വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അങ്ങനെ ഡയറക്റ്റ് കയറി വരത്തില്ല. ഒരു 6 അടി നീളമുള്ള മൂർഖനൊക്കെ ആണെങ്കിൽ പോലും ഒരു 5 അടി ഉയരത്തിലുള്ള ജനാലയിലൂടെ കയറി വരാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും കണക്ഷൻസ് അവിടെ ഉണ്ടാവും. ചിലപ്പോൾ വിറക് ചാരി വെച്ചിരിക്കുന്നതോ ഒരു അലക്ഷ്യമായിട്ടൊരു തൂമ്പായോ മറ്റെന്തെങ്കിലും ആയുധങ്ങളൊക്കെ നമ്മൾ വീടിൻ്റെ പുറത്ത് ചാരി വെച്ചിരിക്കുന്നതിലൂടെ പാമ്പിന് കയറി ഉള്ളിലേക്ക് വരാം. രാത്രി സമയങ്ങളിൽ നമ്മൾ ജനാല തുറന്നിട്ട് ചൂട് കാരണം അങ്ങനെയൊക്കെ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം കണക്ഷൻസ് ഉണ്ടെങ്കിൽ രാത്രി സമയങ്ങളിലും പാമ്പിന് ഉള്ളിലേക്ക് കയറി വരാം. ഭിത്തിയിലൂടെ കോർണേഴ്സിലൂടെ ഇഴഞ്ഞു കയറാൻ പറ്റുന്ന ചില ഇനങ്ങളുണ്ട്. ഇപ്പം വെള്ളിക്കെട്ടൻ, ശംഖുവരയൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കോമൺ ക്രൈറ്റ്, അതിന് ചെറിയ പരുക്കൻ പ്രതലം ഉണ്ടെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം ഗ്രിപ്പുള്ളൊരു സർഫസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുവഴി കയറി വരാൻ പറ്റും. സാമാന്യം ഇപ്പോൾ ഒരു നില 2ാമത്തെ നിലയിലേക്ക് കയറി വരാൻ പറ്റും. അത് ചിലപ്പോൾ ഈ ഒരു പ്ലംബിംഗ് വർക്കിൻ്റെ ആ ഒരു പൈപ്പിലൂടെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗത്ത് അതിന് ശൽക്കങ്ങൾ നിലത്തമർത്തിയിട്ടാണ് അത് കയറി വരുന്നത്. അപ്പോൾ അതിന് കയറി വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്രിപ്പ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു ഗ്യാപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കയറി വരാൻ പറ്റും. ഉൾഫ് സ്നേക്ക് നന്നായിട്ട് ചുമരിലൂടെയൊക്കെ കയറും. മീൻസ് പല്ലി കയറുന്നത് പോലെ പ്ലെയിൻ ആയിട്ടുള്ള ചുമരിലല്ല ഇത് കയറുന്നത്. എന്തെങ്കിലും വയറിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ആ വിൻഡോയുടെ എഡ്ജിലൂടെയോ അത്തരത്തിലുള്ള ഒരു പരുക്കൻ പ്രതലമുള്ള ഭാഗങ്ങളിലൂടെ അത് കയറി ഉള്ളിലേക്ക് വരാം. അങ്ങനെ അത് ചിലപ്പോൾ ഫ്ലാറ്റുകളുടെ 10ാം നിലയിൽ പാമ്പിനെ കണ്ടു എന്നുള്ളൊക്കെ ന്യൂസ് വരാറുണ്ട്. അത് ചുമരിലൂടെ തന്നെ കയറി വരണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഒരു പക്ഷി കൊത്തിക്കൊണ്ടുവന്നത് അവിടെ നിന്ന് അതിൻ്റെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആയതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ താഴെ നിന്ന് എന്തെങ്കിലും പച്ചക്കറി വാങ്ങിയ കവറിനകത്ത് വന്ന് ചീരയുടെ കെട്ടിനകത്തുനിന്ന് പാമ്പിൻ്റെ കടിയേറ്റ സംഭവങ്ങളുണ്ട്. നമ്മൾ അല്ലെങ്കിൽ വാങ്ങി ഒരു പാക്കറ്റ് നിലത്ത് വെച്ചു, എന്നിട്ട് വേറെ കുറച്ച് സംഗതികൾ വാങ്ങിയിട്ട് വന്നു, അപ്പോഴേക്കും ഇതിനകത്ത് കയറിയിരുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടാകാം. ഈ തൃശ്ശൂർ കോടാലിയുടെ കുട്ടിക്ക് പാമ്പ് കടിയേറ്റ ആ വീട്ടിൻ്റെ ഒരു പ്രത്യേകതകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വള്ളിച്ചെടികൾ, അലങ്കാര ചെടികൾ അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് മണി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, മുന്തിരി വള്ളി ഉണ്ടായിരുന്നു. പലരും നമ്മൾ വളർത്തുന്നതാണ്. ബൊഗൈൻ വില്ല കാണാൻ നല്ല ഭംഗിയാണ്. പാഷൻ ഫ്രൂട്ട്, അതുപോലുള്ള വള്ളിച്ചെടികളൊക്കെ നമ്മൾ അലങ്കാരത്തിന് വേണ്ടിയൊക്കെ വളർത്താറുണ്ട്. ഇതൊക്കെ പാമ്പുകളുടെ എൻട്രി പോയിന്റ്സ് ആകണമെന്ന് നിർബന്ധമില്ല.
അതുവഴി അകത്ത് കയറാനുള്ള പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ, അത് ഒരുപക്ഷെ ജനാലയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഈ വള്ളി നിൽക്കുകയാണെങ്കിൽ, എയർ ഹോളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, ചിലപ്പം ഈ വീടിൻ്റെ പുറത്ത് ഇച്ചിരി ഉയരത്തിലുള്ള വെന്റിലേറ്ററോ എക്സോസ്റ്റ് ഫാനോ അല്ലെങ്കിൽ എയർ ഹോളോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് കണക്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ സർവീസ് വയർ, സ്റ്റേ വയർ, നമ്മുടെ ഇൻ്റർനെറ്റ് കേബിള്, ഇതൊക്കെ എയർ ഹോളിലൂടെയൊക്കെ അകത്തേക്ക് വരുന്ന ഭാഗങ്ങളുണ്ട്. അതിലൂടെയും കയറി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വയറിൻ്റെ ഭാഗങ്ങളൊക്കെ സീൽ ചെയ്യുക. ഈ വള്ളിച്ചെടികളുടെയൊക്കെ ഇത്തരം എൻട്രിയുമായിട്ട് കണക്റ്റഡ് ആകുന്ന ഭാഗങ്ങൾ മാത്രം ക്രോപ്പ് ചെയ്താൽ മതി. അല്ലാതെ വളർത്തുന്നതിന് പ്രശ്നമില്ല. വള്ളിച്ചെടികൾ മാറ്റണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരം എൻട്രീസൊക്കെ നമുക്ക് ഒഴിവാക്കാം. വീടിൻ്റെ ചുറ്റുവട്ടത്ത് 2 സംഗതികൾ പാമ്പുകളെ ആകർഷിക്കും. ഈ 2 സംഗതികൾ നമ്മൾ ഒഴിവാക്കുക. ഒന്ന് ഹൈഡ് ഔട്ട്സ് ആണ്, മറ്റൊന്ന് ഫുഡാണ്. ഫുഡും ഹൈഡ് ഔട്ട്സും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒളിച്ച് താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ പാമ്പുകൾ അതിലേക്ക് അട്രാക്റ്റഡ് ആവും. ഭക്ഷണത്തിൻ്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ അതിലേക്ക് പാമ്പുകൾ അട്രാക്റ്റഡ് ആവും. ഭക്ഷണം എലിയുടെ സാന്നിധ്യം പാമ്പുകളെ ഉറപ്പായിട്ടും അട്രാക്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. എലി വരാൻ സാധ്യത ഉണ്ടാകുന്നത് നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഒരു ശ്രദ്ധയില്ലാതെ അവിടെയൊക്കെ ഇടുമ്പോഴാണ്. അത് സ്കൂളുകളുടെ പരിസരമാവാം, അല്ലെങ്കിൽ ഓഫീസിൻ്റെ അടുത്താവാം, വീടിൻ്റെ അടുത്താവാം. ഏത് തരത്തിലുള്ള ബിൽഡിങ്സ് ആയാലും അതിനടുത്ത് ഫുഡിൻ്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ എലി വരും. എലിയുടെ സാന്നിധ്യം പാമ്പുകളെ ആകർഷിക്കും. ഇപ്പോൾ ഫുഡിൻ്റെ വേസ്റ്റ്, അതിപ്പം വീട്ടിലാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ആവണമെന്നില്ല. ചിലപ്പോൾ വീട്ടിൽ വളർത്തുന്ന പക്ഷികൾക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ ബാക്കിയായിരിക്കാം, ചിലപ്പോൾ വീട്ടിലെ പൂച്ചയ്ക്ക് കൊടുക്കുന്നതിൻ്റെ ബാക്കിയായിരിക്കാം. എന്ത് തരത്തിലുള്ള ഫുഡായാലും, കന്നുകാലികൾക്ക് കൊടുക്കുന്ന പിണ്ണാക്കിൻ്റെ ബാക്കിയായാൽ പോലും എലികൾ അതിലേക്ക് ആകർഷിക്കപ്പെടും. എലി വരും. അപ്പോൾ ആ എലി വരുമ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടി പാമ്പുകൾ വരും. അപ്പോൾ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സാധ്യത നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റൂൾ ഔട്ട് ചെയ്യാം. എലി വന്നു കഴിഞ്ഞാൽ മറ്റൊരു സംഗതി, എലി മാളങ്ങളുണ്ടാക്കും. ആ മാളം വീണ്ടും പാമ്പിന് ഹൈഡ് ഔട്ട്സ് ആവാനും സാധ്യതയുണ്ട്. ചില ചെടികൾ പാമ്പുകൾക്ക് കൂടുതൽ ഇഷ്ടമാണ്, അവ വളർത്തിയാൽ അതായത് പാമ്പുകളെ ആകർഷിക്കുന്നു എന്നുള്ള രീതിയിൽ പലപ്പോഴും പറയാറുണ്ട്. ഈറ്റ അതുപോലുള്ള സംഗതികളൊക്കെ, അല്ലെങ്കിൽ മുള ഒക്കെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ പാമ്പുകൾ ആകർഷിക്കപ്പെടും. മുളയുടെ ചുവട്ടിലൊക്കെ എപ്പോഴും നല്ല തണുപ്പാണ്. മുള കൂട്ടമായിട്ടാണ് സാധാരണ, ഒറ്റ ചെടിയായിട്ടല്ല, കൂട്ടമായിട്ട് വളരുന്നതുകൊണ്ട് അതിനിടയ്ക്ക് പാമ്പിന് കയറിയിരിക്കാനുള്ള ധാരാളം സ്പേസ് ഉണ്ട്. തണുപ്പും തണലും എപ്പോഴും പാമ്പുകളെ ആകർഷിക്കും. പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് അല്പം തണുപ്പുള്ള സ്ഥലങ്ങൾ, തണലുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പാമ്പ് അവിടേക്ക് വരും. അപ്പോൾ നമ്മൾ ചെടിച്ചട്ടിയൊക്കെ വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ ലോണുണ്ട്, അത് ദിവസവും വൈകുന്നേരം നനയ്ക്കുന്നതാണ്. അവിടെ എപ്പോഴും ഒരു തണുപ്പും ഒരു തണലും ഒരു പച്ചപ്പും ഒക്കെ ഉണ്ടാവും. അത്തരം ചെടിച്ചട്ടികൾ കൂട്ടി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അത് ചെടിച്ചട്ടിയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്, തണുപ്പിലേക്കും തണലിലേക്കും അട്രാക്റ്റഡ് ആകുന്ന പാമ്പുകൾ അവിടെ വന്നിരിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഈ ഫുഡിൻ്റെ അവൈലബിലിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു സംഗതി, പക്ഷികളെ വളർത്തുന്ന വീടുകളിൽ അലങ്കാര പക്ഷികൾ, ലവ് ബേഡ്സ് ഒക്കെ ആണെങ്കിൽ അതിനെ പിടിച്ച് കഴിക്കുന്ന പാമ്പുകളുണ്ട്. മൂർഖൻ ചേരയൊക്കെ ലവ് ബേഡ്സിനെ പിടിച്ച് ഭക്ഷണമാക്കും, അതിൻ്റെ മുട്ടയെടുത്ത് കഴിക്കും. അപ്പോൾ അത്തരം സാഹചര്യത്തിലേക്ക് ഇത്തരം പാമ്പുകൾ ആകർഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ലവ് ബേഡ്സ്. വളർത്തരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെയുള്ള വീടുകളിൽ അതിനെതിരെ ഒരു കരുതൽ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹൈഡ് ഔട്ട്സ് ആകാൻ സാധ്യതയുള്ള വിറക് കൂട്ടിയിട്ടിരിക്കുന്നു, തേങ്ങ പോലുള്ള സംഗതികളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നു. നിർമ്മാണ വസ്തുക്കൾ, ചിലപ്പോൾ ഇഷ്ടികയാവാം, അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയോ ഒക്കെ സ്കൂളുകളിലാണ് ഇത് കൂടുതലും കാണാറ്. സ്കൂളിൽ ക്ലാസ് റൂമിനോട് ചേർന്ന് റീ ഓപ്പണിങ്ങിൻ്റെ സമയത്ത് ഒരു മെയിൻ്റനൻസ് വർക്കൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള ഈ നിർമ്മാണ സാമഗ്രികളൊക്കെ എവിടെയെങ്കിലും കൂട്ടിയിട്ടും അതിനകത്ത് കയറിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ പൊത്തുമാളം എന്തായാലും പാമ്പുകളെ ആകർഷിക്കും. അപ്പോൾ വീടിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ ഓഫീസിലോ സ്കൂളുകളിലോ ഒക്കെ പരിസരത്ത് പൊത്തുകൾ മാളങ്ങളോ ഒന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. എൻട്രി പോയിന്റ്സ്, ഇതുപോലുള്ള സാധ്യമായ എൻട്രി പോയിന്റ്സ് ഒക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് ബ്ലോക്ക് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ പാമ്പുകൾ ആ ഏരിയയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാം. കുഞ്ഞു പാമ്പുകൾ എസ്പെഷ്യലി, ഈ കുഞ്ഞു പാമ്പുകൾ തീരെ ചെറുതായത് കാരണം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് വീടിൻ്റെ പുറത്ത് ഊരി വയ്ക്കുന്ന ഷൂവിനകത്തും കയറിയിരിക്കാം. അതിനെ സംബന്ധിച്ച് അതൊരു ചെറിയ മാളം പോലെ തോന്നുന്നു, അതിനകത്ത് കയറിയിരിക്കാം. അപ്പോൾ എപ്പോഴും കുട്ടികൾ ഷൂ എടുത്ത് ഇടുമ്പോഴേക്കും അത് ഒന്ന് തട്ടി നോക്കിയിട്ട് ഇടണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. പിന്നെ വെളുത്തുള്ളിയുടെ എന്തൊക്കെയോ ഇട്ടാല് ഈ പാമ്പിനകത്ത് വരില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ധാരണയുണ്ട്. അതായത് വെളുത്തുള്ളി ചതച്ചിടുക, പാൽക്കായം. പാമ്പിന് സ്മെല്ല് ചെയ്യാനുള്ള കഴിവില്ല എന്നൊക്കെ പറയുക. പാമ്പുകളുടെ, അതായത് അണ്ടർ ഡെവലപ്ഡ് ഓൾഫാക്ടറി സെൻസസ് ഉള്ള ഒരു കാറ്റഗറിയാണ് പാമ്പുകൾ. നമ്മളെപ്പോലെ ഗന്ധം തിരിച്ചറിയാനുള്ള അത്ര ഡെവലപ്ഡ് അല്ല.
ഗന്ധം മൂക്കിലൂടെ തിരിച്ചറിയാനും പറ്റത്തില്ല. നമ്മൾ ശ്വാസം എടുക്കുന്നതോടൊപ്പം നമുക്ക് ഗന്ധം തിരിച്ചറിയാൻ പറ്റും. ചുറ്റുമുള്ള വസ്തുക്കളുടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ തിരിച്ചറിയാൻ പറ്റും. ഇപ്പം ഈ പട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വീട്ടിൽ 5 അംഗങ്ങളുണ്ടെങ്കിൽ ഈ 5 പേരെയും വേറെ വേറെ ഗന്ധത്തിലൂടെ അതിനെ തിരിച്ചറിയാൻ പറ്റും. ആ ഒരു കഴിവ് നമുക്കില്ല. നമുക്കുള്ള കഴിവ് പോലും ആർക്കില്ല, പാമ്പുകൾക്കില്ല. അപ്പം പാമ്പുകൾ ഗന്ധം തിരിച്ചറിയുന്നത് നാവിലൂടെയാണ്. ഗന്ധം എന്നുള്ള രീതിയിൽ, അതായത് അത് നാവിങ്ങനെ ഇടയ്ക്ക് പുറത്തേക്ക് ഇങ്ങനെ ഇട്ട് ഫ്ലിക്ക് ചെയ്യും. മൂക്കത് ഉപയോഗിക്കുന്നത് ശ്വാസം എടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ നാവ് ഇടയ്ക്ക് പുറത്തിട്ട് ഫ്ലിക്ക് ചെയ്യുമ്പോഴേക്കും അതിന് ചുറ്റുവട്ടത്തുള്ള ഇരജീവികളുടെ, അതുപോലെ ഇണപ്പാമ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സാന്നിധ്യം, ശത്രുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സാന്നിധ്യം അതിന് ഇതിലൂടെ മനസ്സിലാവും. അതായത് അവയുടെയൊക്കെ ദേഹത്ത് നിന്നുള്ള മോളിക്യൂൾസ് അന്തരീക്ഷത്തിലുള്ളതിനെ ഇത് ക്യാപ്ചർ ചെയ്തിട്ട് പാമ്പിൻ്റെ തലച്ചോറിന് മുൻവശത്ത് ഒരു ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനുണ്ട്. പലപ്പോഴും ഈ ടേസ്റ്റിംഗ് ദ സ്മെല്ലെന്നൊക്കെ പറയാറുണ്ട്. നാവ് പുറത്തേക്ക് ഇട്ടിട്ട് ആ ഒരു ഈ മോളിക്യൂൾസ് ഇത് കളക്ട് ചെയ്യുന്ന രീതിയിൽ ഗന്ധം മനസ്സിലാക്കുന്നതുകൊണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ മണ്ണെണ്ണ തളിച്ചു, മണ്ണെണ്ണയുടെ ഗന്ധം ചിലപ്പോൾ അവിടെ അരമണിക്കൂർ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അരമണിക്കൂർ ഇടവിട്ട് മണ്ണെണ്ണ തളിക്കാൻ പറ്റത്തില്ല. വെളുത്തുള്ളി ചതച്ചിട്ടു, അല്ലെങ്കിൽ പാൽക്കായം തളിച്ചു, ഇത്തരത്തിലുള്ള ഇതിൻ്റെയൊക്കെ ഗന്ധം കൊണ്ട് പാമ്പ് വരാതിരിക്കില്ല എന്നുള്ളതാണ് ബേസിക്കലി. അങ്ങനെ തളിച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഇനി പാമ്പ് വരില്ല എന്ന് പറഞ്ഞ് നമ്മൾ കിടന്നുറങ്ങുന്നത് അപകടകരമാണ്. അതുകൊണ്ടാണ് പാമ്പിന്റെ വെളുത്തുള്ളി ചതച്ചിട്ടാൽ വരില്ല എന്ന് പറയുന്നത് എന്തെങ്കിലും സയന്റിഫിക് ആയിട്ടുള്ള ഇല്ല. അത് അത്തരം ഗന്ധങ്ങൾ തിരിച്ചറിയാനോ അത്തരം പ്രദേശങ്ങൾ ഒഴിവാക്കാനോ ഉള്ള കഴിവ് പാമ്പുകൾക്കില്ല എന്നുള്ളതാണ്. ചില ചെടികൾ പാമ്പുകളെ റിപ്പൽ ചെയ്യുമെന്ന് പറയും. അതായത് സർപ്പഗന്ധ, അണലിവേഗം, തുളസി, പലതരം തുളസിയിൽ തന്നെ രാമതുളസിയുണ്ട്, കൃഷ്ണ തുളസിയുണ്ട്, കർപ്പൂര തുളസിയുണ്ട്, അങ്ങനെ പലതരം തുളസിയുണ്ട്. അതിൽ പലതരം തുളസികളിലും പാമ്പുകളെ റിപ്പൽ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പലരും വിശ്വസിക്കാറുണ്ട്. തുളസിയിൽ ചുറ്റിയിരുന്ന പാമ്പിനെ നമ്മുടെ റെസ്ക്യൂവേഴ്സ് പലപ്പോഴും പിടിച്ചിട്ടുണ്ട്. അതുപോലെ റേഷൻ കടയിൽ മണ്ണെണ്ണ സ്റ്റോർ ചെയ്തിരിക്കുന്ന റൂമിനകത്തുനിന്ന് എത്ര പാമ്പുകളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. പെട്രോൾ പമ്പിൽ പെട്രോളിൻ്റെ രൂക്ഷമായ ഗന്ധമുള്ള ഭാഗത്തു നിന്നും പാമ്പിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പാമ്പിനെ റിപ്പൽ ചെയ്യുന്ന ഒരു സംഗതിയാണെങ്കിൽ പാമ്പുകൾ അങ്ങോട്ട് വരരുത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ നമ്മൾ പാമ്പുകളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം ഗന്ധത്തിലൂടെ തിരിച്ചറിയാം, അല്ലെങ്കിൽ ശബ്ദത്തിലൂടെ തിരിച്ചറിയാൻ പറ്റില്ല. ബേസിക്കലി ഓൾഫാക്ടറി സെൻസസ് അണ്ടർ ഡെവലപ്ഡ് ആണെന്ന് പറയുന്നത് പോലെ തന്നെ മറ്റൊരു പാമ്പുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ശബ്ദത്തോട് പ്രതികരിക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ്. അന്തരീക്ഷത്തിലെ വൈബ്രേഷൻസ് തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളില്ല. ഒന്ന്, എക്സ്റ്റേണൽ ഇയേഴ്സ് ഇല്ല, നമുക്കുള്ളതുപോലെ ചെവിയില്ല പാമ്പുകൾക്ക്, ഇയർ ഡ്രംസ് ഇല്ല. പകരം നമ്മുടെ ഈ ചെവിക്കുള്ളിൽ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്സ് എന്ന് പറഞ്ഞ 3 ചെറിയ അസ്ഥികളുണ്ട്. അതിൽ സ്റ്റേപ്സിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ഒരു ഓർഗൻ അതിൻ്റെ കീഴ്ത്താടിയെല്ലിൽ ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെയാണ് പാമ്പ് നിലത്ത് അമർന്ന് കിടക്കുന്ന സമയത്ത് നിലത്തുള്ള വൈബ്രേഷൻസ് അതിന് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പഴമക്കാർ നമ്മളോട് പറയുന്നത് രാത്രിയിൽ നമ്മൾ ഒറ്റയ്ക്ക് നടന്നു പോകണമെങ്കിൽ അമർത്തി ചവിട്ടി നടന്നു പോകണമെന്ന് പറയും. അപ്പോൾ ആ ചെറിയ വൈബ്രേഷൻസ് വഴിയിൽ പാമ്പ് കിടക്കുകയാണെങ്കിൽ അത് സെൻസ് ചെയ്തിട്ട് ആ വഴിയിൽ നിന്ന് അങ്ങോട്ട് മാറും, നമുക്ക് സേഫായിട്ട് കടന്നു പോവാം. അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അന്തരീക്ഷത്തിലെ ശബ്ദങ്ങൾ ഇങ്ങനെ പാമ്പിന് മനസ്സിലാവത്തില്ല. അതിന് ചെവിയും കർണപുടവും ഒക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇപ്പോൾ ചില പ്രോഡക്ട്സ്, ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ചില പ്രോഡക്ട്സിൻ്റെ കാര്യം പറയുകയാണ്. കൃഷിയിടങ്ങളിൽ കർഷകർ ഇത് കൊണ്ടുപോയിട്ട് അത് അവിടെ ഇങ്ങനെ നിർത്തുന്നു. ഇപ്പം ക്യാമറയുടെ ട്രൈപോഡ് വെച്ചതുപോലെ അവിടെ നിർത്തുന്നു, എന്നിട്ട് അത് ഓണാക്കുന്നു. അപ്പോൾ അതിൽ നിന്നിങ്ങനെ ശബ്ദതരംഗങ്ങൾ വരും. നമുക്കത് കേൾക്കാൻ പറ്റത്തില്ല, കാരണം ഇനോഡിബിൾ ഫ്രീക്വൻസിയിലുള്ള ശബ്ദമാണ്. ആ ശബ്ദം കാരണം പാമ്പുകൾ ആ പ്രദേശം ഒഴിവാക്കും എന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. അത് അത്തരത്തിലുള്ള ശബ്ദങ്ങൾ അത് ഓഡിബിൾ ആയാലും ഇനോഡിബിൾ ആയാലും അത് തിരിച്ചറിയാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടെങ്കിലല്ലേ പാമ്പുകൾ അത് ആ പ്രദേശം ഒഴിവാക്കുകയുള്ളൂ. അപ്പോൾ അതൊന്നും പാമ്പുകളെ ഒഴിവാക്കാനുള്ള സംഗതികളല്ല. ചില പ്രൊഡക്ട്സും കിട്ടാറുണ്ട്. ചില സ്നേക്ക് റിപ്പലൻസ് എന്ന് പറഞ്ഞിട്ട് അത് വീടിന് ചുറ്റും തളിച്ചു കഴിഞ്ഞാൽ പാമ്പ് അവിടെ വരില്ല. അത് ഈ വെളുത്തുള്ളിയും അല്ലെങ്കിൽ പാൽക്കായവും ഇതൊക്കെ മണ്ണെണ്ണ ഒഴിക്കുന്നത് പോലെയൊക്കെ ചതച്ചിടുന്നത് പോലെയൊക്കെ ഉള്ള സംഗതിയേ ഉള്ളൂ. അതൊന്നും പാമ്പുകളെ അതിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ട് പാമ്പ് ഒഴിവാകുമെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അത് ഒന്നും സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല. പിന്നെ കീടനാശിനികൾ തളിച്ചു കഴിഞ്ഞാൽ ചെറിയ ജീവികളൊക്കെ ചത്തുപോകുമെന്ന് പറഞ്ഞതുപോലെ പാമ്പും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചത്തുപോരും. മണ്ണെണ്ണ പാമ്പിൻ്റെ ദേഹത്തൊഴിച്ചു കഴിഞ്ഞാൽ അതിന് ഭയങ്കരമായിട്ട് പൊള്ളലേൽക്കുകയും അതിന് പരിക്ക് പറ്റുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ റെസ്ക്യൂ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ മണ്ണെണ്ണ അതിൻ്റെ ദേഹത്തൊഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. പക്ഷേ മണ്ണെണ്ണ തളിച്ചതുകൊണ്ട് അതിൻ്റെ മണം മനസ്സിലാക്കിയിട്ട് പാമ്പ് ആ പ്രദേശത്ത് വരില്ല എന്ന് പറയുന്നത് ഒരു തെറ്റായ അറിവാണ്. അപ്പോൾ റിപ്പൽ ചെയ്യാൻ വേറൊന്നും ചെയ്യാനില്ല. 2 കാര്യങ്ങൾ. ഹൈഡൗട്ട്സ്, അട്രാക്ട് ചെയ്യുന്ന സംഗതികൾ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് റിപ്പൽ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പവഴി. അട്രാക്ട് ചെയ്യുന്ന സംഗതികൾ, ഹൈഡൗട്ട്സ്, ഒളിയിടങ്ങൾ വീട്ടിൻ്റെ പരിസരത്തൊന്നും ഇല്ലാതിരിക്കുക.
മാളങ്ങൾ, പൊത്തുകൾ, അതുപോലെ വിറക് കൂട്ടിയിട്ടിരിക്കുന്നത്, അത്തരത്തിലുള്ള സംഗതികളൊക്കെ ഒഴിവാക്കുക. വീടിനകത്തായാൽ പോലും എങ്ങാനും ഒരു പാമ്പ് വീടിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കുട്ടികളുടെ ബുക്കും അതുപോലെ നമ്മുടെ വസ്ത്രങ്ങളും എല്ലാം കൂടെ ഒരു വളരെ ഇംപ്രോപ്പറായിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ അതിന് ദിവസങ്ങളോളം താമസിക്കാം. പല്ലിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അതിന് ഒരു വന്യജീവി, ഇപ്പോൾ കാട്ടുപന്നി ആയാലും വനത്തിൽ നിന്ന് പുറത്തിറങ്ങി ചിലപ്പോൾ എന്തെങ്കിലും ഒരു കൃഷിയിടത്തിൽ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയായിരിക്കും വന്നത്. ആ വന്ന പന്നി തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അവിടെ അതിന് ഒരു പകൽ സമയമാകുമ്പോഴേക്കും അതിന് ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളില്ലാത്ത ഒരു അത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു കൃഷിയിടമാണെങ്കിലാണ് അത് ഹൈഡൗട്ടിന് വേണ്ടി തിരിച്ച് കാട്ടിലേക്ക് പോവുള്ളൂ. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ അത് അവിടെ തന്നെ നിന്ന് അടുത്ത ദിവസവും ഇത് തന്നെ കഴിക്കും. അപ്പം പല്ലിയെ പിടിക്കാൻ വേണ്ടി വീട്ടിനകത്തേക്ക് കയറി വരുന്ന പാമ്പ് അതിനകത്ത് നിറയെ അതിന് ഒളിഞ്ഞിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് അടുത്ത പല്ലിയെ പിടിച്ച് അവിടെ അതും ഇതെല്ലാം ഈ പറഞ്ഞ കാറ്റഗറിയിൽ വരും. അതിൻ്റെ ഒരു സ്മെല്ല് സെൻസ് ചെയ്തിട്ട് പാമ്പ് വരാതിരിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് അതിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുഞ്ഞു പാമ്പാണെങ്കിൽ കോടാലിയിലെ വീടിൻ്റെ ആ ഒരു സിറ്റുവേഷൻ തന്നെ നമുക്ക് എടുക്കാം. അടുത്ത ദിവസങ്ങളിൽ 5 പാമ്പും കുഞ്ഞുങ്ങളെയാണ് അവിടെ നിന്ന് കണ്ടത്. അപ്പോൾ ഇതിനെ കൈകാര്യം ചെയ്യാനോ ഇതിനെ സുരക്ഷിതമായിട്ട് പരിശോധിക്കാനുള്ള ഉപകരണങ്ങളില്ലാത്ത അല്ലെങ്കിൽ അതിനുള്ള വിദഗ്ധ പരിശീലനം കിട്ടിയിട്ടില്ലാത്ത ഒരാൾ പാമ്പ് കുഞ്ഞിനെ കണ്ട ഭാഗം പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ കൂടുതൽ പാമ്പ് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അയാൾക്ക് കടിയേൽക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കുഞ്ഞു പാമ്പിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്, വളരെ വളരെ അപകടകരമാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കുക. അതിനെ കണ്ട സ്ഥലം ഒന്ന് സേഫ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ നിന്ന് നിരീക്ഷിക്കുക. നമ്മുടെ വനം വകുപ്പിൻ്റെ സർപ്പ മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്. അത് പ്ലേ സ്റ്റോറിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അഡ്വാൻസ് ചെയ്ത് നേരത്തെ തന്നെ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് അതെങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൽ റിപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ നോക്കി മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇനി അതിൽ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള റെസ്ക്യൂർമാരുടെ കോൺടാക്ട് നമ്പറൊക്കെ ഉണ്ട്. അത് ഒന്ന് അഥവാ ചില സമയങ്ങളിൽ ഒത്തിരി ആൾക്കാർ ഒരേ സമയം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്പീഡിൻ്റെയൊക്കെ കുറവ് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ സർപ്പയിലൂടെ തന്നെ നമുക്കത് പാമ്പിനെ കണ്ടു എന്നുള്ള വിവരം റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. 2, അതിലെ കോൺടാക്ട് നമ്പർ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പാമ്പിനെ കണ്ട വിവരം പറയാൻ പറ്റും. സർ, ഈ റെസ്ക്യൂർ വരുമ്പോഴത്തേക്ക് കുറച്ച് സമയമാവില്ലേ? ഒരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് സാധാരണഗതിയിൽ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അതിനുവേണ്ടി ആൾക്കാർ ട്രെയിൻഡ് ആണ്. നമുക്ക് വളരെ പ്രൊഫഷണലായിട്ട് വളരെ സേഫ് ആയിട്ട് പാമ്പുകളെ ഹാൻഡിൽ ചെയ്ത് ചെയ്യുന്ന ആൾക്കാർ. റിമോട്ട് ഏരിയയിലാണ് ഇത് കണ്ടത്. സർപ്പ ആപ്പിൽ വിളിച്ചു. അപ്പൊ ആ റിമോട്ട് ഏരിയയിൽ ഈസി ആക്സസിബിലിറ്റി ഉണ്ടോ ഈ റെസ്ക്യൂവേഴ്സ്? അതായത് രണ്ട് സംഗതികളാണ്. ഒന്ന്, വനം വകുപ്പിന്റെ തന്നെ ഉദ്യോഗസ്ഥരുണ്ട്. റിമോട്ട് ഏരിയാസ് എന്ന് പറയുമ്പോൾ മിക്കവാറും വനത്തോട് ചേർന്നുള്ള സ്ഥലങ്ങളായിരിക്കും. അവിടെ അടുത്തൊരു ഫോറസ്റ്റ് സ്റ്റേഷനോ അല്ലെങ്കിൽ അങ്ങനെ OPO അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അത്തരം പ്രദേശങ്ങളിൽ ഈ വോളണ്ടിയേഴ്സിനെക്കാളും പെട്ടെന്ന് അവിടെ എത്താൻ പറ്റുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ RRT യൂണിറ്റോ ഒക്കെ ഉണ്ടാവും. അവർ വരും. അതല്ല, ടൗൺ ഏരിയാസിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഈ മലയോര പ്രദേശങ്ങളിലും വനത്തോട് ചേർന്നുള്ള സ്ഥലങ്ങളിലും ഒക്കെയാണ് നമ്മുടെ പോസ്റ്റിംഗ് ഒക്കെ കിട്ടുക. അപ്പം ടൗൺസിലോ അല്ലെങ്കിൽ അത്തരം കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന മേഖലയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ വോളണ്ടിയേഴ്സ് ഉണ്ടാവും. പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇപ്പോഴും വോളണ്ടിയേഴ്സിനെ കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. അത്തരം സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട്, അതായത് എല്ലാ പഞ്ചായത്തിലും ഒരു സർപ്പ വോളണ്ടിയറെങ്കിലും വേണം എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്കാണ് നമ്മളിപ്പോൾ അത് ടാർഗറ്റ് ചെയ്തിട്ട് കൂടുതൽ ആൾക്കാരെ ട്രെയിൻ ചെയ്യാനുള്ളൊരു പ്ലാനുണ്ട് നമുക്ക്. ഇപ്പം നമുക്ക് കേരളത്തിൽ 3600+ ഉണ്ട്. ഞാൻ ചോദിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ വീടിനടുത്ത് ഇങ്ങനെ ഒരു ഇതുണ്ടായപ്പോൾ ഒരാളെ വിളിച്ചൊരു പ്രൈവറ്റ് ആളാണ്, വളരെ ഫേമസ് ആയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം വരാൻ ഒരു 45 minutes to 1 hour എടുത്തു. അപ്പൊ അതിന്റെ ഉള്ളിൽ ഈ പിന്നെ അഥവാ ഭാഗ്യത്തിന് കടിച്ചില്ല, പക്ഷെ അഥവാ കടിച്ചിരുന്നെങ്കിൽ പിന്നെ അപ്പൊ ഈ ഭാഗ്യത്തിന് കടിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ തൊട്ടടുത്ത് പോകാതിരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ മൂവ്മെന്റ് അഥവാ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും വീടിനകത്താണെങ്കിൽ അതിനെ കണ്ട റൂമങ്ങ് അടച്ചു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പോയില്ല എന്ന് നമുക്കൊരു അത്തരം പുറത്തു പോകാനുള്ള വഴികളില്ല എന്നുണ്ടെങ്കിൽ അത് അതിനകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ വരുന്ന ആളിന് അതിനകത്ത് കയറിയിട്ട് കംപ്ലീറ്റ് പരിശോധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷണലി ഇത് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ആളായിരിക്കും. ആൾ സേഫായിട്ട് അത് ചെയ്തോളും. അത് ശ്രമിക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് എങ്ങോട്ട് പോയി എന്ന് അടുത്ത് പോയി നോക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഇങ്ങനെ അടച്ചങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറൊക്കെ സമയം എടുത്താൽ പോലും അത് സേഫായിട്ട് അതിനെ പിടിച്ചു മാറ്റാൻ പറ്റും നമുക്ക്. ഈ പിടിക്കുന്ന പാമ്പുകളെ നിങ്ങൾ എന്താ ചെയ്യുന്നത്?
പിടിക്കുന്ന പാമ്പുകൾ 2 കാറ്റഗറിയാണ്. ഒന്ന് നോൺ വെനമസ് ആണ്, 2 വെനമസ് ആണ്. നോൺ വെനമസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ചേര, കാട്ടുപാമ്പ് പോലുള്ള പാമ്പുകളൊക്കെ. അതിനെ നമ്മൾ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ റിലീസ് ചെയ്യാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇത് അതിൻ്റേതായ ഒരു ബയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്, എക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതിനെ കംപ്ലീറ്റ് നമ്മൾ പിടിച്ച് നാട് കടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ലാക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആളൊഴിഞ്ഞ ആൾക്കാർ, പക്ഷേ പലർക്കും പേടിയായതുകൊണ്ട് ആൾ താമസമുള്ള സ്ഥലങ്ങളിൽ ഇതിനെ വിടാനും പറ്റില്ല. അപ്പോൾ ആളൊഴിഞ്ഞ തോട്ടം അല്ലെങ്കിൽ എസ്റ്റേറ്റ് മേഖലകളിലോ കൃഷിയിടങ്ങളിലോ ഒക്കെ നമ്മൾ റിലീസ് ചെയ്യാറുണ്ട്. ഇനി നോൺ വെനമസിൽ തന്നെ മലമ്പാമ്പ് പോലുള്ള വലുപ്പം കൂടിയ പാമ്പുകളൊക്കെ ഉണ്ട്. അതിന് ഇത്തരം സ്ഥലങ്ങളിൽ പോലും വിടാൻ പറ്റില്ല. കാരണം അതിനോട് ചേർന്ന് ചിലപ്പം ഒറ്റപ്പെട്ട വീടുകളിൽ കോഴി, അതുപോലെ ആട് പോലുള്ള ജീവികളൊക്കെ വളർത്തുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ പിടികൂടി ഭക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം മലമ്പാമ്പ് പോലുള്ള വലിയ പാമ്പുകൾ നമ്മൾ വനത്തിനുള്ളിൽ തന്നെയാണ് തുറന്നു വിടുക. അതുപോലെ വെനമസ് ആയിട്ടുള്ള പാമ്പുകൾ ഒരു കാരണവശാലും ജനങ്ങൾക്കൊരു അപകടം ഉണ്ടാകാത്ത രീതിയിൽ വനത്തിനുള്ളിൽ തന്നെയാണ് കൊണ്ടുപോയി റിലീസ് ചെയ്യുക. ഇനി ഇപ്പൊ സപ്പോസ് കടിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇമ്മീഡിയറ്റ് ഫസ്റ്റ് എയ്ഡ്? ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു സംഭവമാണ് കടിക്കുന്നതിന് തൊട്ട് മുകളിലായിട്ട് കെട്ടുക. അതെ, അങ്ങനത്തെ സംഭവങ്ങൾ എന്താണ് നമുക്ക് ഇമ്മീഡിയറ്റ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ്? അതായത് പാമ്പ് കടിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് എയ്ഡ് എന്നുള്ളൊരു സംഗതി ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് സയന്റിഫിക്കലി പറയാം. അതായത് ഇൻ കേസ് ഓഫ് സ്നേക്ക് ബൈറ്റ് ഡു ഇറ്റ് റൈറ്റ് എന്നുള്ളതാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വളരെ ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാനാണെങ്കിൽ, അല്ലെങ്കിൽ ഒറ്റ സെൻറ്റൻസിൽ പറയാനാണെങ്കിൽ, ഇൻ കേസ് ഓഫ് സ്നേക്ക് ബൈറ്റ് ഡു ഇറ്റ് റൈറ്റ്, RIGHT, ഡു ഇറ്റ് റൈറ്റ്. അപ്പോൾ R സ്റ്റാൻഡ്സ് ഫോർ റീഅഷ്വർ, കടിയേറ്റ ആളെ ഭയപ്പെടുത്താതിരിക്കുക. ഈ ഒരു ഫിയർ ഫാക്ടർ ഭയങ്കര നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗൗരവമുള്ള സംഗതിയാണ്. കാരണം ചേര കടിച്ചിട്ട് ആൾ മരിച്ചിട്ടുണ്ട്. അത് ചേരയ്ക്ക് വിഷമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ആൾക്ക് വിഷബാധ ഏറ്റത് കൊണ്ടോ അല്ല, ഭയം കാരണം ആൾ മരിച്ചതാണ്. അപ്പോൾ റീഅഷ്വർ, കടിയേറ്റ ആൾ ഇനി ഹൈലി വെനമസ് ആയിട്ടുള്ള പാമ്പാണ് കടിച്ചത് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ പോലും അത് വിഷമൊന്നുമില്ലാത്ത പാമ്പാണെന്ന് പറഞ്ഞ ആളെ സമാധാനിപ്പിക്കുക, ആശ്വസിപ്പിക്കുക. ആൾ ഒരു കാരണവശാലും ഭയപ്പെടാത്തൊരു സാഹചര്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് റീഅഷ്വർ. ഡു ഇറ്റ് റൈറ്റിൽ R റീഅഷ്വർ. I ഇമ്മൊബിലൈസ്, കടിയേറ്റ ഭാഗം പേശി ചലനങ്ങൾ മിനിമൈസ് ചെയ്യുക. ഇമ്മൊബിലൈസ്, അത് നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്യുമ്പോൾ നമ്മളെന്തെങ്കിലും തുണിയോ അല്ലെങ്കിൽ ക്രൈബ് ബാൻഡോ മറ്റോ ഉപയോഗിച്ച് ചുറ്റിക്കെട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ട്രെയിൻഡ് ആയിട്ടുള്ള പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിയുന്ന ആളാണെങ്കിൽ ഒരു ക്രൈബ് ബാൻഡോ മറ്റോ ഉപയോഗിച്ചൊരു നമുക്ക് ആ കടിയേറ്റ ഭാഗം ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചുറ്റിക്കെട്ടാം. മസ്കുലർ ആക്ടിവിറ്റീസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. RI റീഅഷ്വർ. ഇമ്മൊബിലൈസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റ് ഫസ്റ്റ് എയ്ഡ്സ് ഒന്നും തന്നെ ഇല്ല. ഗോ ടു ഹോസ്പിറ്റൽ, GH, ഗോ ടു ഹോസ്പിറ്റൽ. ഇമ്മീഡിയറ്റ് ആയിട്ട് ആൻറ്റിവെനം ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത്. അതിന് ആൻറ്റിവെനം ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ, അതിൻ്റെ ലിസ്റ്റ് നമുക്ക് വനംവകുപ്പിൻ്റെ സർപ്പ ആപ്പിലുണ്ട്. പിന്നെ മറ്റ് ഒരു ടീം ഓഫ് സയൻറ്റിസ്റ്റ്, അതുപോലെ റിസർച്ചേഴ്സ്, ഡോക്ടേഴ്സൊക്കെ കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്, സ്നേക്ക് പീഡിയ എന്ന് പറയുന്നത്. അതിലും ഈ ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ട്, ആൻറ്റി സ്നേക്ക് വെനം ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൻ്റെ ലിസ്റ്റ്. സർപ്പയിലാണെങ്കിൽ ഈ ഹോസ്പിറ്റൽസിൻ്റെ ലിസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നിയറസ്റ്റ് ഹോസ്പിറ്റൽ ഫസ്റ്റ് എന്നുള്ള രീതിയിലാണ് അതിൽ കാണിക്കുക. എൻ്റെ ലൊക്കേഷൻ, അവിടെ നിന്ന് ഏറ്റവും അടുത്ത ഹോസ്പിറ്റൽ ആദ്യം, അടുത്ത് രണ്ടാമത്, അങ്ങനെയാണ് അതിൽ കാണിക്കുക. കോൺടാക്ട് നമ്പർ ഉണ്ടാവും. അപ്പോൾ ആ കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് ഇപ്പോൾ ആൻറ്റിവെനം സ്റ്റോക്ക് ഉണ്ടോ, ഒരാൾക്ക് ബൈറ്റ് കിട്ടിയിട്ടുണ്ട്, ആൻറ്റിവെനം സ്റ്റോക്ക് ഉണ്ടോ, ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അഡ്മിനിസ്റ്റർ ചെയ്യാൻ ഡോക്ടറുണ്ടോ. ചിലപ്പോൾ ഒത്തിരി ഡോക്ടേഴ്സുള്ള ഹോസ്പിറ്റൽസിലും ചിലപ്പോൾ അവധി ദിവസങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ എക്സ്പേർട്സിൻ്റെ അവൈലബിലിറ്റി ചിലപ്പോൾ ഇല്ലായിരിക്കാം. അപ്പോൾ ഈ രണ്ടിലൊന്ന്, അതായത് ആൻറ്റിവെനം ഉണ്ട് പക്ഷേ ഡോക്ടർ ഇല്ല, ഡോക്ടർ ഉണ്ട് പക്ഷേ ആൻറ്റിവെനം ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ നിയറസ്റ്റിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡ് നിയറസ്റ്റിലേക്ക് പോകുക എന്നുള്ളതാണ്. കാരണം അവിടെ പോയിട്ട് ഇത് മനസ്സിലായിട്ട് പിന്നെ തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 10 മിനിറ്റോ അരമണിക്കൂറോ നഷ്ടമാവും. ഇപ്പോഴത്തെ ട്രാഫിക് കണ്ടീഷൻ വെച്ചിട്ട് അരമണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കലാണ്. ഗോൾഡൻ അവർ, അതായത് സംഭവം നടന്ന് ആദ്യത്തെ 1 മണിക്കൂർ ജീവൻ്റെ വിലയുള്ള 1 മണിക്കൂറാണ്. ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ GH, ഗോ ടു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി സ്നേക്ക് വെനം അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അടുത്ത ആശുപത്രിയിലേക്ക് കൃത്യമായി ആളെ എത്തിക്കുക. അതിന് നമ്മൾ ടാക്സി വിളിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ ആംബുലൻസ് വിളിച്ചിട്ട്, ആംബുലൻസ് ഇപ്പോൾ 108 ആംബുലൻസിൽ ഫസ്റ്റ് എയ്ഡിനുള്ള പ്രൊവിഷൻ ഉണ്ട് എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ തന്നെ അറിയിച്ചിട്ടുണ്ട്. അത് ഏറ്റവും നല്ല സംഗതിയാണ്. പക്ഷേ എന്നിരുന്നാൽ റിമോട്ടായിട്ടുള്ളൊരു സ്ഥലത്ത് ചിലപ്പോൾ 1 മണിക്കൂർ ആംബുലൻസ് അങ്ങോട്ട് എത്താനെടുക്കും, തിരിച്ച് 1 മണിക്കൂർ തിരിച്ചെത്താനെടുക്കും. അത്ര റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാതെ അവിടെ ഏത് വാഹനമാണോ അവൈലബിൾ ആ വാഹനത്തിൽ ആളെ കൊണ്ടുവരിക എന്നുള്ളതാണ്.
RIGH കഴിഞ്ഞു, ഹോസ്പിറ്റലിലെത്തി, ടെൽ ദ ഡോക്ടർ അല്ലെങ്കിൽ ടോക്ക് ടു ദ ഡോക്ടർ. എന്താണ് സംഭവിച്ചത്? നിലത്ത് കിടക്കുമായിരുന്നു, ഇപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു, പാമ്പ് കടിച്ചതാണോ നമുക്ക് അറിയത്തില്ല. സ്നേക്ക് ബൈറ്റിൻ്റെ കേസിൽ പാമ്പ് കടിച്ചത് നമ്മൾ കണ്ടാൽ മാത്രമല്ല, എന്തോ കൊണ്ടു, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് പറമ്പിലൊന്ന് പോയിട്ട് വന്നപ്പോഴേക്കും കാലിൽ എന്തോ കൊണ്ടു, രാത്രി ഒന്ന് കിണറിൻ്റെ അവിടം വരെ പോയിട്ട് വന്നപ്പോഴേക്കും എന്തോ കൊണ്ടതുപോലെ തോന്നുന്നു, അല്ലെങ്കിൽ എന്തോ കടിച്ചതുപോലെ തോന്നുന്നു. സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ റിസ്ക് എടുക്കാതെ, ജീവൻ്റെ കാര്യമാണ്, ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നുള്ളതാണ്. അന്നേരം എന്താ ഡോക്ടറോട് പറയുക? പാമ്പ് കടിച്ചതായിട്ടൊന്നും കണ്ടില്ല, പക്ഷെ എന്തോ കടിച്ചു, അല്ലെങ്കിൽ ഞാൻ കിടന്നുറങ്ങുമായിരുന്നു, നിലത്താണ് കിടന്നുറങ്ങിയത്, എന്തോ കടിച്ചതുപോലെ തോന്നുന്നു. നല്ല പെയിൻ എടുക്കില്ലേ? അത് എപ്പോഴും നിർബന്ധമില്ല. അതാണ്, അത് വേറൊരു സംഗതിയാണ്. ഇപ്പം നിലത്ത് കിടന്നുറങ്ങുമ്പോൾ വെള്ളിക്കെട്ടൻ കടിച്ചു. വെള്ളിക്കെട്ടൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഷപ്പല്ല് വളരെ ചെറുതാണ്. ഇപ്പോൾ റസൽസ് വൈപ്പറിൻ്റെയൊക്കെ പല്ല് വലുതാണ്, 1 ഇഞ്ച് വരെ അതിന് നീളം ഉണ്ടാകാം. ക്രൈറ്റിൻ്റെ പല്ലെന്ന് പറഞ്ഞാൽ ഒരു 3 to 5 മില്ലിമീറ്ററൊക്കെ അതിന് സൈസ് ഉണ്ടാവുള്ളൂ. ഉറക്കത്തിൽ കടിച്ചതാണെന്നുണ്ടെങ്കിൽ എന്താണ് അത്, ഈ ചിലപ്പോൾ കൊതുക് കടിച്ചാൽ നമ്മൾ ഉറക്കത്തിൽ ഉണരത്തില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ അത്രയൊക്കെ വേദന ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചെറിയ സൂചി കൊണ്ട് കുത്തിയതുപോലുള്ള വേദന ഉണ്ടാവുള്ളൂ. ആ സ്ഥലം പരിശോധിച്ചാലും ചിലപ്പോൾ പെട്ടെന്ന് ബൈറ്റ് മാർക്ക് നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഡോക്ടറോട് പറയുന്നത് നിലത്താണ് കിടന്നത് എന്നുള്ളത് മാത്രമായിരിക്കും, പക്ഷേ ഒത്തിരി കഴിയുമ്പോഴേക്കും നമുക്ക് തലകറക്കം തോന്നുന്നു. അത് ന്യൂറോടോക്സിക് എൻവെനമേഷൻ്റെ സിംറ്റമാണ്. അത് വെച്ചിട്ട് ഡോക്ടർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സിംറ്റംസ് അതായത് 2 തരത്തിലാണ്. ഒന്ന്, കരയിൽ കാണുന്ന പാമ്പുകളിൽ പ്രധാനമായും ന്യൂറോടോക്സിക് ഉണ്ട്, ഹീമോടോക്സിക് ഉണ്ട്. ന്യൂറോടോക്സിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂർഖൻ പാമ്പ്, വെള്ളിക്കെട്ടൻ, രാജവെമ്പാല പോലുള്ള പാമ്പുകളൊക്കെ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന, നാഡീവ്യൂഹത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ന്യൂറോടോക്സിക് വെനമാണ്. അത് ന്യൂറോടോക്സിക്കിൽ പ്രധാനമായും ക്രൈറ്റിൻ്റെയൊക്കെ കടിയേറ്റ് കഴിഞ്ഞാൽ ടോസിസ് എന്ന് പറയും. അതായത് കണ്ണ് തുറക്കാൻ പറ്റാതെ പോള ഇങ്ങനെ അടഞ്ഞു പോവുക, പിന്നെ തലചുറ്റൽ, നമുക്ക് തലകറക്കം, ഒരു ഡിസിനെസ് ഒക്കെ അനുഭവപ്പെടുക, ഛർദി ഉണ്ടാവുക. ക്രൈറ്റിൻ്റെ ആണെങ്കിൽ എസ്പെഷ്യലി വയറുവേദന ഒരു പ്രധാന ലക്ഷണമായിട്ട് കാണാറുണ്ട്. മൊത്തത്തിൽ നമുക്കൊരു ഒരു ബാലൻസ് ഇല്ലായ്കയും, അതുപോലെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, ചിലപ്പോൾ ആ ഒരു ന്യൂറോടോക്സിക് ആയത് കാരണം ഒരു പാരാലിസിസിൻ്റെ ഒരു സിംറ്റമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അണലി വർഗത്തിൽപ്പെട്ട പാമ്പുകളാണെന്നുണ്ടെങ്കിൽ ഹീമോടോക്സിക് എൻവെനമേഷനാണ്. അപ്പോൾ അത് രക്തം കട്ട പിടിക്കുന്നതിനെ തടയുന്ന, അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ ബാധിക്കുന്ന വിഷമാണത്. അത് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഓർഗൻസിനെയൊക്കെ അത് ബാധിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ആവത്തില്ല. അതിനാണ് 20 WBCT ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് 20 മിനിറ്റ്സ് ഹോൾ ബ്ലഡ് ക്ലോട്ടിംഗ് ടൈമാണ് നോക്കുന്നത്. ബ്ലഡ് എടുത്തിട്ട് ഒരു ടെസ്റ്റ് ട്യൂബിൽ 20 മിനിറ്റ് ഇങ്ങനെ വയ്ക്കും, ഫ്രീ ആയിട്ട് വയ്ക്കും. അത് 20 മിനിറ്റ് കൊണ്ട് ക്ലോട്ട് ആവുന്നുണ്ടെങ്കിൽ, സാധാരണ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ബ്ലഡ് ആണെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് അത് കട്ട പിടിക്കും. ആ സമയം കൊണ്ട് കട്ട പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഹീമോടോക്സിക് എൻവെനമേഷൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ അത് ഈ നമുക്ക് ഗംസിലൂടെയൊക്കെ, ഇപ്പം വായിൽ നിന്നോ അല്ലെങ്കിൽ മൂക്കിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഈ രോമകൂപങ്ങളിൽ നിന്നോ ഒക്കെ ബ്ലഡ് വരാൻ സാധ്യതയുണ്ട്. മൂത്രം ഒഴിക്കുമ്പോഴേക്കും അതോടൊപ്പം ബ്ലഡ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഹീമോടോക്സിക് എൻവെനമേഷൻ്റെ സിംറ്റംസ് ആണ്. പിന്നെ പലരുടെയും ഒരു വളരെ പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കടിയേറ്റ പാട് നോക്കിക്കഴിഞ്ഞാൽ കടിച്ചത് വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ തിരിച്ചറിയാമെന്നുള്ളൊരു ഇതിലേക്ക് നയിച്ച അത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ പ്രിന്റ് മീഡിയയിലോ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ കറങ്ങി നടക്കുന്ന പല പോസ്റ്ററുകളൊക്കെയാണ്. അതായത് കടിച്ച പാമ്പിന്റെ ലക്ഷണം വെച്ചിട്ട് അത് വിഷമുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് തിരിച്ചറിയാം. അതൊക്കെ അതിന്റെ ഒരു എക്സ്ട്രീം ലെവലാണ്. കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തിയിട്ട് അത് തിരിച്ച് കംപ്ലീറ്റ് ആ പ്രോസസ്സ് റിവേഴ്സ് ചെയ്തിട്ട് അത് വിഷക്കല്ലുണ്ട്, ഈ കറുത്ത കോഴിയെ അതിന്റെ പൃഷ്ഠഭാഗം കീറിയിട്ട് അത് ചേർത്ത് വെച്ചിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഈ അന്ധവിശ്വാസത്തിന്റെ ഒരു വേറൊരു ലെവലാണ്. നമ്മളിപ്പോൾ ഇത് പക്ഷെ ജനറലായിട്ട് അത്യാവശ്യം ശാസ്ത്രീയമായി ചിന്തിക്കുന്ന, ലോജിക്കലി ചിന്തിക്കുന്ന ആൾക്കാർക്ക് പോലും തെറ്റുപറ്റാവുന്ന ചില സംഗതികളാണ്. ഒന്ന്, ഈ പാമ്പിൻ്റെ രൂപം വെച്ചിട്ട് അത് വെനമസ് ആണോ വെനമസ് അല്ലയോ എന്നുള്ളത് കൺക്ലൂസീവായിട്ട് പറയാൻ പറ്റും എന്നുള്ളൊരു ധാരണ. ത്രികോണാകൃതിയിൽ തലയുള്ള പാമ്പുകൾ, അതുപോലെ പൂച്ചയുടെ കണ്ണ് പോലെ വെർട്ടിക്കൽ പ്യൂപ്പിൾ, കുത്തനെയുള്ള കൃഷ്ണമണിയുള്ള പാമ്പുകൾ ഒക്കെ വെനമസ് ആണ് എന്നൊരു ധാരണ. ഉരുണ്ട തലയുള്ള പാമ്പുകൾ, അതുപോലെ വട്ടത്തിലുള്ള കൃഷ്ണമണിയുള്ള പാമ്പുകൾ വെനമസ് അല്ല എന്നുള്ളൊരു ധാരണ. ഇതൊക്കെ തെറ്റാണ്. വട്ടത്തിൽ കൃഷ്ണമണിയുള്ള ഉരുണ്ട തലയുള്ള പാമ്പാണ് ക്രൈറ്റ്. ഇന്ത്യയിലെ പാമ്പുകളിൽ ഏറ്റവും കൂടുതൽ വെനം ഇൻറ്റൻസിറ്റിയും പൊട്ടൻസിയും ഉള്ളത് ക്രൈറ്റിനാണ്. അപ്പോൾ അത് തെറ്റാണ്. ഈ ത്രികോണാകൃതിയിൽ തലയുള്ളതും പൂച്ചയുടെ കണ്ണ് പോലുള്ള കണ്ണുള്ളതുമായിട്ടുള്ള ഹൈലി വെനമസ്
ആയിട്ടുള്ള വൈപ്പേഴ്സ് ഉണ്ട്, മോഡറേറ്റ്ലി വെനമസ് ആയിട്ടുള്ള പിറ്റ് വൈപ്പേഴ്സും അതുപോലെ ക്യാറ്റ് സ്നേക്സും ഒക്കെ ഉണ്ട്. ഒട്ടും തന്നെ വെനമസ് അല്ലാത്ത പൈത്തോൺസ് പോലുള്ള പാമ്പുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ പാമ്പിൻ്റെ രൂപം വെച്ചിട്ട് അത് വെനമസ് ആണോ നോൺ വെനമസ് ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു അനുമാനത്തിലേക്ക് എത്താൻ പറ്റില്ല. ബൈറ്റ് മാർക്ക് കണ്ടാൽ ഒരു കാരണവശാലും അത് വെനമസ് ആണോ നോൺ വെനമസ് ആണോ എന്ന് നമുക്ക് ആ ബൈറ്റ് മാർക്ക് കൊണ്ട് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം അത് അതിലൊരു പൊതുവിലൊരു വിശ്വാസം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിഷമുള്ള പാമ്പ് കടിച്ചാണെങ്കിൽ 2 വിഷപ്പല്ലിൻ്റെ അടയാളം അവിടെ ഉണ്ടാവും. അവിടെ ലോക്കൽ റിയാക്ഷൻ, നീലിച്ച നിറം ഉണ്ടാവും, അല്ലെങ്കിൽ ചുവന്ന നിറം ഉണ്ടാവും, നീരുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ മോതിരമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഊരി മാറ്റണമെന്ന് പറയുന്നത്. കാരണം നീര് വന്നിട്ട് പിന്നെ അത് ഊരി മാറ്റാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. ഇതൊന്നും ഉണ്ടാവണമെന്നില്ല. ക്രൈറ്റിൻ്റെ ബൈറ്റ് മാർക്ക് പോലും ഉണ്ടാവില്ല. വളരെ സീരിയസ് ആയിട്ടുള്ള എൻവെനമേഷൻ സംഭവിക്കാൻ ബൈറ്റ് മാർക്ക് ഇല്ലാത്തൊരു കുഞ്ഞു ബൈറ്റ് മതിയാവും. ഒരു കുഞ്ഞ് ജനിച്ച് 1-2 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു വെള്ളിക്കെട്ടൻ കടിച്ചാൽ മതിയാവും. അതായത് ഈ ലക്ഷണമൊത്ത ഒരു മുതിർന്ന ഒരു മൂർഖം പാമ്പിൻ്റെയൊക്കെ കടി കിട്ടിക്കഴിഞ്ഞാൽ 2 വിഷപ്പല്ല് ആ ടിഷ്യൂവിൽ താഴ്ന്നിറങ്ങിയ അടയാളം ഉണ്ടാകാം. അവിടെ ഭയങ്കരമായ കടുത്ത വേദന ഉണ്ടാകാം. അവിടെ നീരുണ്ടാകാം, നീലിച്ച നിറമോ ചുവന്ന നിറമോ ഒക്കെ ഉണ്ടാകാം. ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ഈ വിഷപ്പാമ്പുകൾക്ക് വിഷപ്പല്ലിലൂടെയാണ് ഫാങ്സ് എന്നാ പറയുക, അതിലൂടെയാണ് അത് വെനം ഇഞ്ചെക്ട് ചെയ്യുന്നത്. എപ്പോഴും 2 വിഷപ്പല്ല് അതിനുണ്ടാവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഹ്യൂമൻ ബീയിങ്സോ അല്ലെങ്കിൽ മാമൽസോ ഒക്കെ പൊതുവെ നമുക്കൊരു വളർച്ച പ്രായമുണ്ട്. 16 വയസ്സ് വരെ ഞാൻ വളർന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വളർച്ചയില്ല. എനിക്ക് ജനിച്ചപ്പോൾ പല്ലില്ലായിരുന്നു, പിന്നെ പാൽപ്പല്ലുകൾ വന്നു. ആ പാൽപ്പല്ലുകൾ പൊഴിഞ്ഞു പോയിട്ടുള്ള പല്ലാണ് ഇപ്പോൾ എനിക്ക് നിലവിലുള്ളത്. ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ വരില്ല. പിന്നെ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ആർട്ടിഫിഷ്യൽ പല്ല് വയ്ക്കാനേ പറ്റുള്ളൂ. പാമ്പുകൾക്ക് അങ്ങനെയല്ല. പാമ്പുകളുടെ ഫാങ്സ് ഇടയ്ക്ക് പൊഴിഞ്ഞു പോകും. ഈ പുറംചട്ട പൊഴിക്കുന്നത് പോലെ തന്നെ, പടം പൊഴിക്കുക എന്നൊക്കെ പറയത്തില്ലേ, മോൾട്ടിങ്. അത് മുതിർന്ന പാമ്പുകൾ വർഷത്തിൽ 5, 6, 7 തവണയൊക്കെ ചെയ്യാറുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവയുടെ പല്ല് പൊഴിഞ്ഞു പോകും. വിഷപ്പല്ലും പൊഴിഞ്ഞു പോകും. വിഷപ്പല്ല് പൊഴിഞ്ഞു പോയി ഒരു പല്ല് പൊഴിഞ്ഞിരിക്കുന്ന സമയത്ത് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ 2 പല്ലിൻ്റെ അടയാളം ഏതായാലും ഉണ്ടാകില്ല. ഇനി ചിലപ്പോൾ 2-ലധികം പല്ലുകളുടെ അടയാളം ഉണ്ടാകാം. അതും ഒരു ധാരണയാണ്. അതായത് കുറേ പല്ലിൻ്റെ ഇംപ്രഷൻ ഉണ്ടെങ്കിൽ, അടയാളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിഷമില്ലാത്ത പാമ്പാണ് എന്നൊരു ധാരണയുണ്ട്. അങ്ങനെയും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ 2 വിഷപ്പല്ല് പൊഴിഞ്ഞു പോയി, പുതിയ വിഷപ്പല്ല് വന്നു, കടിച്ചപ്പോഴേക്കും വേറെ കുറേ പല്ലിൻ്റെയും കൂടെ ഇംപ്രഷൻ അതിൽ വന്നു. അത് വളരെ സീരിയസ് ആയിട്ടുള്ള വെനമസ് ബൈറ്റ് ആകാം. അല്ലെങ്കിൽ ചിലപ്പോൾ 2-ലധികം വിഷപ്പല്ല്, അതായത് ഈ പാൽപ്പല്ല് പൊഴിഞ്ഞു പോകുന്നതിന് മുന്നേ തന്നെ പെർമനൻറ്റ് ടീത്ത് വന്ന കുട്ടികൾ നമ്മൾ കാണാറില്ലേ എന്ന് പറഞ്ഞതുപോലെ, നിലവിലുണ്ടായിരുന്ന 2 വിഷപ്പല്ല് പൊഴിയുന്നതിന് മുന്നേ തന്നെ പുതിയ വിഷപ്പല്ല് വന്നു. അപ്പോൾ കടിക്കുമ്പോൾ ചിലപ്പോൾ 4 വിഷപ്പല്ലിൻ്റെ തന്നെ അടയാളം ഉണ്ടാവും. അതും സാധ്യതയുള്ളതാണ്. അത്തരത്തിലുള്ള പാമ്പുകളെ സ്പെസിമെൻസിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കടിയേറ്റ പാട് നോക്കിയിട്ട് ഇത് വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്ന് നമുക്ക് തിരിച്ചറിയാനോ അല്ലെങ്കിൽ കൺക്ലൂസീവായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പല സാഹചര്യങ്ങളിൽ അത് സിംറ്റംസ് നോക്കിയിട്ടാണ്. കടിയേറ്റ പാടുണ്ടോ എന്നുള്ളത് നോക്കും, ബൈറ്റ് മാർക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കും പ്രാഥമികമായിട്ട്. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ 20 WBCT, അപ്പോൾ ക്ലോട്ടിംഗ് ടൈം നോക്കിക്കഴിഞ്ഞാൽ ഹീമോടോക്സിക് എൻവെനമേഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയാം. മറ്റ് ക്ലിനിക്കൽ സിംറ്റംസ്, അതായത് ഈ പറഞ്ഞ ടോസിസ് ആയാലും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടായാലും അത്തരത്തിലുള്ള ന്യൂറോടോക്സിക് സിംറ്റംസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. ഇതിൻ്റെ ഒരു അത്തരത്തിൽ വിലയിരുത്തിയിട്ട് അല്ലെങ്കിൽ ആ സിംറ്റംസ് നോക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് വേണമെന്നുള്ളത് ഡോക്ടർ ഡിസൈഡ് ചെയ്യുന്നത്. പൊതുവെയുള്ള ധാരണ എന്ന് പറഞ്ഞാൽ കടിച്ച പാമ്പിനെ തിരിച്ചറിയുന്നത് വളരെ പ്രധാനമാണ്. അത് അതായത് പല ആൾക്കാരും ഈ കടിച്ച പാമ്പിനെ തല്ലിക്കുന്ന അതിനും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ കേസസ് ഉണ്ട്. അതായത് പലപ്പോഴും ഇപ്പോഴും ചോദിക്കാറുണ്ട്, അത് ഈ പാരമ്പര്യ വൈദ്യന്മാരൊക്കെയാണ് അങ്ങനെ ചോദിക്കാറ്. 2 സംഗതികളാണ്. ഒന്ന്, കടിച്ച പാമ്പിനെ തിരിച്ചറിയേണ്ട കാര്യമില്ല, നേരെ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ അടുത്തേക്ക് പോയാൽ മതി എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം, കേരളത്തിലും ഇന്ത്യയിലും ഒരേ ഒരു ആൻറ്റിവെനം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. എല്ലാ പാമ്പുകൾക്കും ഉള്ള എന്നുള്ളതല്ല. അതാണ് അതിന്റെ രണ്ടാമത്തെ ഭാഗം. അതാണ് അതാണ് ഞാൻ പറയാം. അതായത് ആൻറ്റിവെനം 2 ടൈപ്പാണ്. ഒന്ന് മോണോവാലന്റ് ആൻറ്റിവെനം, ഏതെങ്കിലും ഒരു സ്പീഷീസ് സ്പെസിഫിക് ആയിട്ട്, ഇപ്പോൾ മൂർഖൻ പാമ്പിൻ്റെ കടിയേറ്റു, മൂർഖൻ്റെ കടിക്കെതിരെ മാത്രം ചികിത്സിക്കാൻ പറ്റുന്ന മോണോവാലന്റ് ആൻറ്റിവെനം. അണലിയുടെ റസൽ സ്വൈപ്പറിൻ്റെ കടിയേറ്റു, റസൽ സ്വൈപ്പറിൻ്റെ കടിക്കെതിരെ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന റസൽ സ്വൈപ്പറിൻ്റെ മോണോവാലന്റ് ആൻറ്റിവെനം. അത്തരത്തിലുള്ള ഒരു സ്പീഷീസിനെതിരെയുള്ള മോണോവാലന്റ് ആൻറ്റിവെനവും ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇനി മറ്റൊന്ന് പോളിവാലന്റ് ആൻറ്റിവെനം. പോളിവാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ലധികം സ്പീഷീസിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ പൊതുവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന
കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പോളിവാലൻ്റ് ആൻറ്റിവെനം. ഇന്ത്യയിൽ നമുക്ക് ഒരേ ഒരു പോളിവാലൻ്റ് ആൻറ്റിവെനം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അത് ബിഗ് 4 വെനമസ് സ്നേക്സ് എന്ന് പറയുന്ന 4 ഇനത്തിൽപ്പെട്ട വിഷപ്പാമ്പുകളുടെ കടിയെ പൊതുവിൽ പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ അതിനെതിരെ ആൻറ്റിഡോട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആൻറ്റിവെനമാണ്. ബിഗ് 4 വെനമസ് സ്നേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾക്ക് കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 ഇനം വിഷപ്പാമ്പുകൾ. ഒന്ന് സ്പെക്ടക്കിൾഡ് കോബ്ര, കോബ്ര മൂർഖൻ പാമ്പ്, മൂർഖനെന്നോ പത്തിക്കാരനെന്നോ അല്ലെങ്കിൽ വെമ്പാലയെന്നോ സർപ്പമെന്നോ നാഗമെന്നോ ഒക്കെ നമ്മൾ പൊതുവിൽ പല സ്ഥലങ്ങളിൽ വിളിക്കുന്ന പത്തിയുള്ള മൂർഖൻ പാമ്പ്, സ്പെക്ടക്കിൾഡ് കോബ്ര. 2 കോമൺ ക്രൈറ്റ്. കോമൺ ക്രൈറ്റിനാണ് ഈ പ്രാദേശികമായി ഏറ്റവും കൂടുതൽ പേരുകളുള്ളത്. വെള്ളിക്കെട്ടൻ, വളവളപ്പൻ, ശംഖുവരയൻ, വളകഴപ്പൻ, മോതിരവളയൻ, എട്ടടി വീരൻ, കരിവേല എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിൽ ഒരുപാട് പേരുകളുണ്ട്. ലുക്കലൈക്സും ഒരുപാടുള്ളൊരു പാമ്പാണ്. അതായത് അതിനെപ്പോലെ തന്നെ ഇരിക്കുന്ന ഒരുപാട് പാമ്പുകളുണ്ട്. വളയങ്ങളുള്ളതും അതേ നിറത്തിലുള്ളതുമായിട്ട് ഒട്ടും വിഷമില്ലാത്ത എന്നാൽ വെള്ളിക്കെട്ടനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരുപാട് പാമ്പുകളുണ്ട്. ഈ 2 എണ്ണം, അതായത് മൂർഖൻ പാമ്പും വെള്ളിക്കെട്ടനും ന്യൂറോടോക്സിക് ആണ്. ബിഗ് 4 വെനമസ് സ്നേക്സിലെ 2 എണ്ണം ന്യൂറോടോക്സിക് ആണ്, സ്പെക്ടക്കിൾഡ് കോബ്രയും കോമൺ ക്രൈറ്റും. 3-ാമത്തേതും 4-ാമത്തേതും റസൽസ് വൈപ്പറും സോസ്കെയിൽഡ് വൈപ്പറും. റസൽസ് വൈപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേനത്തണ്ടൻ, വട്ടക്കൂറ, തേക്കില പുള്ളി, മഞ്ചട്ടി എന്നൊക്കെ പല പ്രാദേശികമായിട്ടുള്ള പേരുകളിൽ അറിയപ്പെടുന്ന അണലി എന്ന് നമ്മൾ വിളിക്കാറുണ്ട്, അണലി, റസൽസ് വൈപ്പർ. പിന്നെ സോസ്കെയിൽഡ് വൈപ്പർ. ആദ്യം പറഞ്ഞ 3 എണ്ണവും കേരളത്തിൽ പൊതുവായിട്ട് എല്ലായിടത്തും കാണുന്നതാണ്. ഈ പറഞ്ഞ 4-ാമത് പറഞ്ഞ സോസ്കെയിൽഡ് വൈപ്പർ ചുരുട്ടമണ്ഡലി, ഈർച്ചവാൾ സൽക്കാണലി എന്നൊക്കെ പേരുണ്ട്. അത് കേരളത്തിലെ ചില സ്ഥലങ്ങളിലേ ഉള്ളൂ. അതായത് കാസർഗോഡ് ജില്ല, കണ്ണൂർ ജില്ല, പാലക്കാട് ജില്ലയുടെ വാളയാർ പ്രദേശം, അതായത് ഈ പറഞ്ഞ ജില്ലകളുടെ വരണ്ട പ്രദേശങ്ങളിലാണ് ഇതിനെ കാണുന്നത്. അല്ലാതെ കേരളത്തിൽ മറ്റു സ്ഥലങ്ങളിലൊന്നും ഇതിനെ കാണാറില്ല. കേരളത്തിൽ പൊതുവേ കാണുന്ന അപകടകാരികളായിട്ടുള്ള പാമ്പുകൾ എന്ന് പറയുന്നത് ഇതാണ്. ഈ ബിഗ് 4 വെനമസ് സ്നേക്സിൽ ആദ്യം പറഞ്ഞ 3 എണ്ണം, സ്പെക്ടക്കിൾഡ് കോബ്ര, കോമൺ ക്രൈറ്റ്, റസൽസ് വൈപ്പർ, കൂടാതെ സോസ്കെയിൽഡ് വൈപ്പർ. ഈ 4 എണ്ണത്തിനും കൂടെ പൊതുവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പോളിവാലൻ്റ് ആൻറ്റിവെനമാണ് നമുക്ക് ഇന്ത്യയിലും കേരളത്തിലും അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി ആൻറ്റിവെനം അവൈലബിൾ അല്ലാത്ത മറ്റ് ചില സ്പീഷീസ് ഉണ്ട്. പൊതുവിൽ അപകടകാരികളായിട്ട് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് എന്ന് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന, മീൻസ് അങ്ങനെ റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന സ്പീഷീസ്. ഒന്ന് ഹംപ്നോസ്ഡ് പിറ്റ് വൈപ്പർ. കേരളത്തിൽ പൊതുവിൽ മലയോര മേഖലകളിൽ, കൃഷിയിടങ്ങളിലും വനപ്രദേശങ്ങളിലും ഒക്കെ കാണപ്പെടുന്ന ഒരു പാമ്പാണ്. മുഴമൂക്കൻ കുഴിമണ്ഡലി എന്ന് പറയും, തവിട്ട എന്നും ചുരുട്ട എന്നും ഒക്കെ പല സ്ഥലങ്ങളിൽ പ്രാദേശികമായിട്ട് അറിയപ്പെടാറുണ്ട്. അത് എന്താണ്, ഒരു നാഷണൽ സെനാറിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ, രാജ്യത്തെ മൊത്തത്തിലൊരു കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ത്രെട്ടല്ല. കാരണം എല്ലായിടത്തും അത് കാണപ്പെടുന്നില്ല. അത് എന്താണ്, നമ്മുടെ സൗത്ത് വെസ്റ്റേൺ ഗാഡ്സിൽ മാത്രമാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനുള്ളൂ. അപ്പോൾ ഗോവ മുതൽ തെക്കോട്ട് കർണാടക, കേരള, തമിഴ്നാട് ഇത്രയും സ്ഥലങ്ങളിലാണ് അതുള്ളൂ. ഗോവയിലും കർണാടകയിലും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത് വനപ്രദേശം, ജനവാസം കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെയാണ് ഇതിനെ കാണാറ്. തമിഴ്നാട്ടിലെന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടെ ഡ്രൈ ഫോറസ്റ്റ് ആയത് കാരണം അതിൻ്റെ ഈ കാണാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ കേരളത്തിൽ വെസ്റ്റേൺ ഗാഡ്സിൻ്റെ കേരള സൈഡ്, അല്ലെങ്കിൽ നമ്മളതിൻ്റെ ഈസ്റ്റേൺ ആസ്പെക്റ്റ് എന്ന് പറയാം, വെസ്റ്റേൺ ഗാഡ്സിൻ്റെ വെസ്റ്റേൺ ആസ്പെക്റ്റ്, പടിഞ്ഞാറേക്കുള്ള ചരിവിൽ പച്ചപ്പും ജലാംശവും ഒക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആ വനപ്രദേശത്തും അതുപോലെ അതിനോട് ചേർന്നുള്ള റബ്ബർ തോട്ടങ്ങളും മറ്റ് കൃഷിയിടങ്ങളിലൊക്കെ ഹംപ്നോസ്ഡ് പിറ്റ് വൈപ്പറിൻ്റെ സാന്നിധ്യം ഒരുപാടുണ്ട്. കേരളത്തിൽ വിഷപ്പാമ്പിൻ്റെ കടിയേൽക്കുന്ന കേസുകളിൽ ഏതാണ്ട് 4-1 ഹംപ്നോസ്ഡ് പിറ്റ് വൈപ്പറാണ്. കേരളത്തിൽ പാമ്പ് കടിയേൽക്കുന്ന കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 3500 മുതൽ 4500ഓളം പേരെ ഒരു വർഷം പാമ്പ് കടിക്കാറുണ്ട്. അതിലൊരു 75% വിഷമില്ലാത്ത പാമ്പുകളുടെ ബൈറ്റാണ്. ബാക്കിയുള്ളതിലാണ് അതിൻ്റെ 4-1 ഈ ഹംപ്നോസ്ഡ് പിറ്റ് വൈപ്പറിൻ്റെ ബൈറ്റാണ്. പിന്നെ രാജവെമ്പാല, ആൻറ്റിവെനം ഇല്ലാത്ത മറ്റൊരു പാമ്പാണ് രാജവെമ്പാല. ഈ ഹംപ്നോസ്ഡ് പിറ്റ് വൈപ്പറിന് ആൻറ്റിവെനം ഇല്ലെങ്കിൽ പോലും സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, അവൈലബിൾ ആണ്. ഒരു ഹെൽത്തി അഡൾട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് സാധാരണഗതിയിൽ അപകടകാരം ആകാറില്ല, മരണകാരണമൊന്നും ആകാറില്ല, കോംപ്ലിക്കേഷൻസിലേക്ക് എത്താറില്ല. രാജവെമ്പാലയ്ക്ക് ആൻറ്റിവെനം ഇല്ല. രാജവെമ്പാലയ്ക്ക് പണ്ട് ഇന്ത്യയിൽ ആൻറ്റിവെനം ഉണ്ടായിരുന്നു, പക്ഷേ അതിന് ആവശ്യക്കാരില്ല. രാജവെമ്പാല ആരെയും കടിക്കാറില്ല. ഏറ്റവും ശാന്തനും സൗമ്യനുമായിട്ടുള്ളൊരു പാമ്പാണ്. ഏറ്റവും വലുപ്പം കൂടുതലാണ്, ഏറ്റവും ഡേഞ്ചറസ് ആണ്, ഏറ്റവും വലുപ്പം കൂടുതലുള്ള പാമ്പാണ്, ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പാണൊക്കെ ശരിയാണ്. പക്ഷേ അത് സാധാരണഗതിയിൽ ആൾക്കാരെ കടിക്കാറില്ല. അതിൻ്റെ ഒരു ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഉൾവനങ്ങളാണ്. സാധാരണ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അത് അപൂർവമായിട്ടേ എത്താറുള്ളൂ, പൊതുവെ എത്താറില്ല. ഈ ശാന്തൻ രാജവെമ്പാലയാണെങ്കിൽ അഗ്രസീവായിട്ടുള്ള പാമ്പുകൾ ആരൊക്കെയാണ്? ഏറ്റവും അഗ്രസീവായിട്ടുള്ളത് റസൽസ് വൈപ്പർ തന്നെയാണ്. മൂർഖൻ പാമ്പ് കൂടുതലും നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി, അതായത് മൂർഖൻ നമുക്കൊരു വാണിംഗ് തരും,
എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് പത്തി എടുത്ത് നിൽക്കുന്നു. എന്നിട്ട് അത് ടാപ്പ് ചെയ്യും. അതായത് വായ തുറന്ന് കടിക്കുകയോ പല്ല് ദേഹത്ത് കൊള്ളുകയോ ചെയ്യാതെ ഇങ്ങനെ കൊത്തുന്നതായിട്ട് ഭാവിച്ചിട്ട് നമുക്ക് വാണിംഗ് തരും. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നുള്ള രീതിയിൽ. അണലിയാണെന്നുണ്ടെങ്കിൽ വളരെ സൈലൻ്റായിട്ട് കിടക്കുകയും ചെയ്യും, ചാടി ഒറ്റ കടിക്കും, നമുക്കൊന്നും മനസ്സിലാവത്തില്ല. മൂർഖനേക്കാൾ ഒരു 10 ഇരട്ടി ഫാസ്റ്റാണ് അണലി. ഈ പൂച്ച പലപ്പോഴും മൂർഖനോട് ഇത് ചെയ്യാറുണ്ട്, അതിനെ അറ്റാക്ക് ചെയ്യുക, അതിനെ പിടികൂടുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അണലിയുടെ അടുത്ത് പൂച്ച വലിയ കളിക്ക് നിൽക്കാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണലി ഭയങ്കര ഫാസ്റ്റാണ്. വെള്ളിക്കെട്ടൻ രാത്രി സഞ്ചാരിയാണ്. ആൾ കിടന്നുറങ്ങുന്ന സമയത്താണ് അത് പുറത്തിറങ്ങുക. വളരെ സൈലൻ്റായിട്ട് വന്ന് കടിച്ചിട്ട് പോകാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. പാമ്പ് ശരിക്കും എന്തിനാ മനുഷ്യരെ കടിക്കുന്നത്? ഇപ്പോൾ രാത്രി അതിൻ്റെ ഒരു ഡിഫെൻസീവ് മെക്കാനിസമാണ്. രാത്രി കടിക്കുന്നത് അത് അന്വേഷിച്ചു വന്ന് കടിക്കുന്നതല്ല. അതായത് ഇതിന് ഏറ്റവും സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ കൃഷിയിടങ്ങളിൽ കൃഷിക്ക് വിളവെടുക്കാറാകുന്ന സമയത്ത് കൃഷിക്ക് കാവൽ കിടക്കുന്ന കർഷകരുണ്ട്. അവർ നിലത്തോ അല്ലെങ്കിൽ ചെറിയ ഈ ബാമ്പു കൊണ്ടുള്ള തട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലാണ് കിടക്കുന്നതെങ്കിൽ ഈ വെള്ളിക്കെട്ടന് അതിലൂടെ ചെറിയ കുറ്റി കാലിലൂടെയൊക്കെ കയറി വരാനുള്ള കഴിവുണ്ട്. കയറി മുകളിൽ വരും. അപ്പോൾ അന്തരീക്ഷം തണുപ്പുള്ള സമയത്ത് എന്തെങ്കിലും ഒരു ചൂടുള്ള ശരീരം എന്ന് പറഞ്ഞാൽ അതിനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ശരീരത്തിനടുത്ത് വന്ന് ചൂട് തേടി വരുന്നതാണ്. ഓപ്പണായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് അടുത്ത് വന്ന് കിടക്കും. അപ്പോൾ ഉറക്കത്തിൽ നമ്മൾ അറിയാതെ തന്നെ ഈ കർഷകൻ ഉറക്കത്തിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ ഈ പാമ്പിൻ്റെ ദേഹത്തേക്ക് തിരിയുമ്പോൾ അതിന് വേദനിച്ചിട്ട് അത് പെട്ടെന്ന് അതിൻ്റെ ഒരു റിയാക്ഷനായിട്ട് കടിക്കുന്നതാണ്. അല്ലാതെ ആളെ അന്വേഷിച്ച് വന്ന് കടിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വകപോക്കാൻ വേണ്ടി കടിക്കുന്നു എന്നൊക്കെ ആ രീതിയിലല്ല. എല്ലാ പാമ്പുകടികളും റിയാക്ഷൻസ്, എല്ലാ പാമ്പുകടികളും ആക്സിഡൻസ് ആണ്. ഒരു പാമ്പ് ഇപ്പോൾ മൂർഖനായാലും ചേനത്തണ്ടനായാലും നമ്മളറിയാതെ അതിൻ്റെ തൊട്ടടുത്ത് വളരെ ക്ലോസ് റേഞ്ചിലേക്ക് പോകുമ്പോഴാണ് അത് കടിക്കുന്നത്. അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അത് കടിക്കുന്നത്. അല്ലാതെ ഒരാളവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ഓടി വന്ന് നമ്മളെ കടിച്ചിട്ട് പോകുന്ന സ്വഭാവം ഒരു പാമ്പുകൾക്കും ഇല്ല. ബാക്കിയുള്ള ആനിമൽസിനെ ഇതുപോലെ ഇത് കടിക്കാറുണ്ടോ? ബാക്കിയുള്ള ആനിമൽസിനെയും കടിക്കാറുണ്ട്. പെട്ടെന്ന് എന്തിനാണ് ഇതിനൊരു ഡിഫൻസ് ആണ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സെൽഫ് ഡിഫൻസിനേക്കാൾ കൂടുതൽ പാമ്പുകൾക്ക് വിഷം എന്ന് പറയുന്നത് അത് പൊതുവിലുള്ളൊരു തെറ്റിദ്ധാരണയാണ്. സെൽഫ് ഡിഫൻസിന് വിഷം ഉപയോഗിക്കാറുണ്ട്. പരമാവധി സെൽഫ് ഡിഫൻസിന് വേണ്ടി അത് കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ. അത് ഒഴിവാക്കുകയാണ്. ഫസ്റ്റ് റെസ്പോൺസ് ഈസ് ഫ്ലീ റെസ്പോൺസ് എന്നാണ് പാമ്പുകളെ പറ്റി പറയുക. അതിൻ്റെ ശത്രുവിനെ കണ്ടു കഴിഞ്ഞാൽ അത് സെൽഫ് ഡിഫൻസിന് നിൽക്കുകയല്ല ചെയ്യുന്നത്. നേരത്തെ ഗച്ചിൻ ഫുനാക്കോഷി പറഞ്ഞതുപോലെ അടുത്ത മാളത്തിലേക്ക് അത് കയറി ഒളിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഫസ്റ്റ് റെസ്പോൺസ് ഈസ് ഫ്ലീ റെസ്പോൺസ്. ഇനി അതല്ലാത്ത ചില സാഹചര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് മേറ്റിംഗ് സീസൺ. മേറ്റിംഗ് സീസണിൽ പാമ്പുകൾ പൊതുവെ സാധാരണ ശത്രുവിനെ കണ്ടാൽ ഓടി കളിക്കുന്ന പാമ്പ് മേറ്റിംഗ് സീസണിൽ കുറച്ച് അഗ്രസീവായിരിക്കും. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഉത്സവത്തിന് ഗാനമേള കാണാൻ വേണ്ടി പോകുന്നു. ആ ഒരു മൂഡിലായിരിക്കുമോ നമ്മൾ ഒരു കബഡി കളിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ഒരു ഒരു ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ വ്യത്യാസമായിരിക്കും. അതായത് മേറ്റിംഗ് സീസണിൽ ഒരു ഇണപ്പാമ്പിൻ്റെ സാന്നിധ്യം ഫിറോമോൺസിലൂടെ സെൻസ് ചെയ്ത ഒരു ആൺപാമ്പ് ആ പെൺപാമ്പിനെ സമീപത്തേക്ക് ഇഴഞ്ഞു പോവുകയാണ്. അപ്പോൾ ഈ ആൺപാമ്പിനറിയാം അവിടെ മറ്റ് ആൺപാമ്പുകളുണ്ടാവും. മേൽ കോമ്പാറ്റ് അല്ലെങ്കിൽ ടെറിട്ടോറിയൽ ഫൈറ്റ് അവിടെ നടക്കും. മേറ്റിങ്ങിന് അവകാശത്തിന് വേണ്ടിയുള്ള കോമ്പാറ്റ് നടക്കും. അപ്പോൾ ആ ഒരു അഗ്രഷനിലാണ് ഇത് പോകുന്നത്. ആ സമയത്ത് വഴിയിൽ ഏതെങ്കിലും ശത്രുക്കളെ കണ്ടു കഴിഞ്ഞാൽ അത് കടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മേറ്റിംഗ് സീസണിൽ പാമ്പ് കടിയേൽക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നത്. അത് ഈ സമ്മർ സീസണാണ് നമ്മൾ ആദ്യം പറഞ്ഞ. അത് ഒക്ടോബർ, നവംബർ, ഡിസംബർ സമയങ്ങളിലാണ് മൂർഖൻ പാമ്പിൻ്റെയൊക്കെ മീറ്റിംഗ് സീസൺ സാധാരണ വരുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ടോപ്പിക് വിട്ടുപോയി. മറ്റേ ആൻറ്റിവെനത്തിൻ്റെ സംഗതി. അതെ 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 എല്ലാം ഈ ക്ലോസ് റേഞ്ചിൽ തൊട്ടടുത്ത് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ഒരു പ്രതികരണം അല്ലെങ്കിൽ അതിൻ്റെ ഡിഫൻസിന് വേണ്ടി ചെയ്യുന്നതാണ്. അത് സാധാരണഗതിയിൽ അത് നമ്മുടെ സാന്നിധ്യം അത് നേരത്തെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് മാറിത്തരും. അങ്ങനെയാണ് ചെയ്യാറ്. ഇനി തൊട്ടടുത്ത് അവിചാരിതമായിട്ട് എത്തിപ്പെട്ടാൽ മാത്രമാണ് അത് കടിക്കുക. ഇനി ഈ പാമ്പിൻ്റെ വിഷം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതായിരുന്നു. അതായത് ശത്രുവിനെ പ്രതിരോധിക്കുന്നതിനേക്കാൾ കൂടുതൽ പാമ്പ് വിഷം ഉപയോഗിക്കുന്നത് ഇര പിടിക്കാൻ വേണ്ടി തന്നെയാണ്. അത് പൊതുവിലുള്ളൊരു തെറ്റായൊരു ധാരണ എന്ന് പറഞ്ഞാൽ പാമ്പ് ശത്രുവിനെ കടിക്കുമ്പോൾ മാത്രമേ വിഷം കുത്തിവെക്കുകയുള്ളൂ. ഇര പിടിക്കുമ്പോൾ വിഷം കുത്തിവെക്കത്തില്ല. കാരണം ഇരയുടെ ദേഹത്ത് വിഷം കുത്തിവെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കുമ്പോൾ പാമ്പ് ചത്തുവും എന്നുള്ളൊരു ധാരണയാണ്. അത് പാമ്പിൻ വിഷം എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതുകൊണ്ടാണ്. അത് പലരും പറയാറുണ്ട് പോയ്സണസ് സ്നേക്സ് എന്ന് പറയും. തെറ്റാണ്. പോയ്സൺ അല്ല. പാമ്പിൻ വിഷം എന്ന് പറയുന്നത് വെനമാണ്. വെനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സലൈവ ഉണ്ടല്ലോ, ഉമിനീരിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. അത് കോൺസെൻട്രേറ്റഡ് പ്രോട്ടീൻസും എൻസൈംസും ഒക്കെയാണ് പാമ്പിൻ വിഷത്തിലുള്ളത്. ദഹനരസം തന്നെയാണ്. ആ ദഹനരസം ഇരയുടെ ദേഹത്ത് കുത്തിവെക്കുമ്പോഴാണ് ആ ഇരജീവി ഇമ്മൊബിലൈസ്ഡ് ആവുന്നത്.
എലിയുടെ ദേഹത്ത് പാമ്പ് കടിച്ചു, എലി കുറച്ചങ്ങോട്ട് ഓടിക്കുമ്പോഴേക്കും അത് അവിടെ കുഴഞ്ഞു വീഴുന്നത് ഈ വിഷത്തിൻ്റെ ആക്ഷൻ കൊണ്ടിട്ടാണ്. അപ്പോഴേക്കും അത് ദഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. പാമ്പ് അതിൻ്റെ പുറകെ ഇഴഞ്ഞു വന്നിട്ട് അതിനെ എടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും അതിനു മുന്നേ തന്നെ ദഹനം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ദഹനരസമാണ്. വെനം ഇഞ്ചക്ട് ചെയ്തിട്ട് തന്നെയാണ് പാമ്പ് ഇരജീവികളെ പിടികൂടുന്നത്. ഇരയെ പിടിക്കുമ്പം പാമ്പ് വെനം ഇഞ്ചക്ട് ചെയ്യില്ല എന്നുള്ളത് ഈ വെനവും പോയ്സണും തമ്മിലുള്ള വ്യത്യാസം അറിയത്തില്ലാത്തതുകൊണ്ടാണ്. പോയ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഏത് രൂപത്തിൽ നമ്മൾ വായിലൂടെ ഉള്ളിലേക്ക് പോയി നമ്മൾ കഴിച്ചു, ദോഷകരമാണ്, അപകടകരമാണ്. നമ്മുടെ ബ്ലഡിലേക്ക് അത് കുത്തിവെച്ചു, എന്നാലും അപകടകരമാണ്. അതായത് ഇൻജസ്റ്റ് ചെയ്താലും ദേഹത്ത് ഇഞ്ചക്ട് ചെയ്ത് ബ്ലഡിൽ കലർന്നാലും അപകടകരമാകുന്ന ഒരു വസ്തുവാണ് പോയ്സൺ എന്ന് പറയുന്നത്. വെനം എന്ന് പറയുന്നാൽ അത് ഇൻജസ്റ്റ് ചെയ്താൽ ദഹിച്ചു പോകുന്നതാണ്, പ്രോട്ടീനാണ്. ഇഞ്ചക്ട് ചെയ്താൽ ബ്ലഡിലേക്ക് കലർന്നാൽ കുത്തിവെച്ചാൽ അപകടകരമാവും, അതാണ് വെനം. അപ്പോൾ പോയ്സണും വെനവും ആക്ച്വലി രണ്ടും രണ്ടാണ്. പോയ്സണസ് സ്നേക്സ് കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയ്സണസ് സ്നേക്സ് ഇല്ല, നമുക്ക് കേരളത്തിലില്ല. ഇന്ത്യയിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ റെഡ് നെക്ഡ് കീൽബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ആസാമിലൊക്കെ കാണുന്ന ഒരു സ്പീഷീസ് പോയ്സണസ് ആണ്. അതായത് അത് നമ്മളെ കടിച്ചാലും നമ്മൾ അതിനെ കടിച്ചാലും അപകടകരമാണ്. അത് പിടികൂടി ഭക്ഷിക്കുന്ന ചില ജീവികളുടെ ദേഹത്തുള്ള വിഷാംശം അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതാണ് അതിൻ്റെ പോയ്സൺ. ഈ പാമ്പ് ഓടിച്ചിട്ട് കുത്തുന്ന സംഭവം സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോൾ പെട്ടെന്ന് തൊട്ടടുത്ത് കണ്ടു, അത് ഭയപ്പെട്ടു, നമ്മൾ ഓടി മാറുമ്പോഴേക്കും പെട്ടെന്ന് ചിലപ്പോൾ തൊട്ടുപുറകെ ഓടി ഒന്ന് കടിക്കാൻ സാധ്യതയുണ്ട്. അത് ഒരു അഗ്രസീവ് ഇതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കണ്ടിട്ട് അത് തിരിഞ്ഞോടാം, നമ്മളും തിരിഞ്ഞോടാം, അങ്ങനെയും സംഭവിക്കാം. ഓടി വന്ന് ദൂരെ നിന്ന് നമ്മളെ കണ്ടിട്ട് ഓടി വന്ന് കടിക്കാനുള്ള സാധ്യത ഒട്ടുമില്ല. അത് ഭയന്നിട്ടാണ്. പാമ്പ് പേടിച്ചിട്ട് ഓടി ഒന്നുകിൽ തിരിഞ്ഞോടി രക്ഷപ്പെടാം, അല്ലെങ്കിൽ നമ്മുടെ നേരെ ഓടിയിട്ട് കടിക്കാം. അത് അതിൻ്റെ പെട്ടെന്നുള്ള റിയാക്ഷൻ അനുസരിച്ച് മാറാം. ഈ വൈപ്പറിന് പ്രത്യേകമായിട്ട് ആന്റിവെനം ഇല്ല. വൈപ്പറിന്റെ ഭയങ്കര ഡേഞ്ചറസ് അല്ലേ? എനിക്കറിയാവുന്ന ഒരു സ്ത്രീ ഇത് വൈപ്പർ കടിച്ചിട്ട് ഏകദേശം 1 വർഷത്തോളം ട്രീറ്റ്മെന്റിലായിരുന്നു. ഹംബുനസ്നാണ് അത്. റസൽസ് വൈപ്പർ ആയിരിക്കും. റസൽസ് വൈപ്പറിന് ആന്റിവെനം ഉണ്ട്. പോളിവാലന്റ് ആന്റിവെനം റസൽസ് വൈപ്പറിന് വളരെ എഫക്റ്റീവാണ്. അത് ഓർഗൻ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഓർഗൻസിനെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പലപ്പോഴും ഈ ആൻറ്റിവെനം അഡ്മിനിസ്റ്റർ ചെയ്തു, ആൾ ഓക്കെ ആയി, നമ്മൾ തുടർ പരിശോധനകളോ അല്ലെങ്കിൽ അത്തരത്തിൽ കണ്ടിന്യൂസ് മോണിറ്ററിങ് നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ ഓർഗൻസിനെയൊക്കെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഹീമോടോക്സിക് എൻവെനമേഷൻ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ആ രോഗിയുടെ തുടർ പരിശോധനകൾ നമ്മൾ നടത്തുകയും തുടർ കണ്ടിന്യൂസ് മോണിറ്ററിങ് നമ്മൾ ചെയ്യുകയും വേണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ക്യാമ്പയിനാണ് പൂച്ചയെ വളർത്തിയാൽ പാമ്പ് വരില്ല, അല്ലെങ്കിൽ പൂച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ സേഫ് ആണ് എന്നുള്ള ഒരു റിയാക്ഷൻ ടൈം പൂച്ചയ്ക്ക് കുറവാണെന്ന് പറഞ്ഞിട്ട് അതിൽ എത്രത്തോളം പൂച്ച 2 രീതിയിൽ. ഒന്ന്, നമ്മുടെ പരിസരത്തൊക്കെ പാമ്പ് മാത്രമല്ല ഏത് ജീവികളെയും പിടികൂടി ഭക്ഷണമാക്കുന്ന ഒരു സ്വഭാവം പൂച്ചയ്ക്കുണ്ട്. പ്രത്യേകിച്ച് ഈ വലിപ്പമുള്ള നാടൻ പൂച്ച, കണ്ടം പൂച്ചയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അരണയും ഓന്തും ഉൾപ്പെടെ അണ്ണാനോ എലിയോ പാമ്പോ ഏത് ജീവികളെയും പിടികൂടി അത് ഭക്ഷണമാക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ വീട്ടിൽ വലിയ പൂച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ, നാടൻ പൂച്ചയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ജീവികളെയൊക്കെ അത് പിടികൂടി ഭക്ഷണമാക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ സാന്നിധ്യം വീടിന് ചുറ്റും കുറയാനുള്ളൊരു കാരണമാകും. രണ്ടാമത്തെ ഒരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൂച്ച പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുന്ന സമയത്ത് കുഞ്ഞു പാമ്പുകളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, കുഞ്ഞു മാത്രമല്ല സാമാന്യം വലുപ്പമുള്ള പാമ്പിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ പിടിക്കുകയും, പൂച്ചയുടെ ഒരു പ്രധാനപ്പെട്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിയൊക്കെ പിടിച്ചാൽ പോലും അന്നേരം പിടിച്ച ഉടനെ അതിനെ കൊന്ന് ഭക്ഷണമാക്കുക എന്നുള്ള രീതിയല്ല. അതിനെ ഇട്ട് തട്ടിക്കളിച്ച് കുറേ സമയം എടുത്തിട്ടായിരിക്കും അതിനെ കൊല്ലുക. ചിലപ്പോൾ പിടിച്ച് പകുതി ജീവനായിട്ട് വീടിനകത്തേക്ക് കൊണ്ടുവരാം. അത് എലിയെയും കൊണ്ടുവരാം, ചിലപ്പോൾ പാമ്പിനെയും കൊണ്ടുവരാം. പൂച്ച പിടിച്ചൊരു പാമ്പിനെ വീട്ടിനകത്തേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിലോ കട്ടിലോ ഒക്കെ കൊണ്ടുവയ്ക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പുറത്തുനിന്ന് പൂച്ച എടുത്തുകൊണ്ട് വന്ന് ജീവനോടെ പിടിച്ചുകൊണ്ട് വന്നിട്ട് കിടന്നുറങ്ങിയ കുഞ്ഞിൻ്റെ അടുത്ത് ബെഡിൽ കൊണ്ടുവച്ച് ആ വെള്ളിക്കെട്ടനായിരുന്നു, ആ വെള്ളിക്കെട്ടൻ കുഞ്ഞിനെ കടിച്ച് കുഞ്ഞ് മരിച്ചത് കഴിഞ്ഞ വർഷം കോയമ്പത്തൂർ എന്ന് റിപ്പോർട്ട് ചെയ്ത കേസാണ്. അത്തരത്തിലുള്ള സിമിലർ ഇൻസിഡൻസ് കേരളത്തിലും നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ 2 സംഗതിയാണ്. ഒന്ന്, ഇതിനെ ഇത്തരത്തിലുള്ള ജീവികളെയൊക്കെ അത് പിടികൂടി ഭക്ഷണമാക്കുന്നു, അതിൻ്റെ എണ്ണം കുറയുന്നു എന്നുള്ളത് ശരിയാണ്. 2, ഇത് പുറത്തുനിന്ന് പിടിച്ചകത്തുകൊണ്ട് വരാനുള്ള സാധ്യതയും അതോടൊപ്പം നിലനിൽക്കുന്നു എന്നുള്ളതാണ്.
ഈ വെള്ളിക്കെട്ട് അല്ലെങ്കിൽ ശംഖ് വരയാൻ ഒരു കാലത്ത് എൻ്റെയൊക്കെ കൊച്ചിലെ വളരെ കോമൺ ആയിരുന്നു. പക്ഷെ ഇപ്പം ഈ അടുത്ത കാലത്ത് നിന്നുണ്ടായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വരാനെന്താ കാര്യം? ഭയങ്കരമായിട്ട് വെള്ളിക്കെട്ടൻ കോമൺ എന്നുള്ളതല്ല, അത് മുമ്പ് നമ്മൾ കൂടുതൽ കാണുന്നത് വെള്ളി വരയനെയാണ്. കേരളത്തിൽ വളരെ കോമൺ ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന ഇതുപോലെ വളയങ്ങളുള്ള എന്നാൽ വിഷമില്ലാത്ത ചുമരിലൂടെ കയറി വരാൻ പറ്റുന്ന വെള്ളിക്കെട്ടനെ പോലെ തന്നെ രാത്രി സഞ്ചാരിയാണ്, ചുമരിലൂടെ കയറി വരാൻ പറ്റും. ഇത് ഈ വെള്ളിക്കെട്ടനും വെള്ളിവരയനും ഈ പ്രത്യേകതയുണ്ട്. അതിനെയാണ് നമ്മൾ പൊതുവിൽ എല്ലായിടത്തും കാണുന്നത്. വെള്ളിക്കെട്ടനെ കാണാനുള്ള സാഹചര്യം കുറവാണ്. പിന്നെ ഈ വെള്ളിവരയൻ പാമ്പെന്ന് പറയുന്നത് വിഷമില്ലാത്ത ഈ പാമ്പിനെ പിടിച്ചു തിന്നാൻ വേണ്ടിയിട്ട് വെള്ളിക്കെട്ടന് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ്, ഇരയാണ് വെള്ളിവരയൻ പാമ്പ്. അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളിവരയൻ വീടിനകത്ത് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വെള്ളിവരയൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡെന്ന് പറയുന്നത് പല്ലിയാണ്. പല്ലി വീടിനകത്തുണ്ടെങ്കിൽ പല്ലിയെ പിടിക്കാൻ വേണ്ടി വീടിനകത്ത് കയറി വരും. അപ്പോൾ ഈ പല്ലിയെ പിടിക്കാൻ വന്ന വെള്ളിവരയനെ പിടിക്കാൻ വേണ്ടി വെള്ളിക്കെട്ടനകത്തേക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടും ലേറ്റ് നൈറ്റ് മാത്രം ആണ് ഇതിൻ്റെ പൊതുവിലുള്ളതിൻ്റെ ആക്ടിവിറ്റി. നൊക്ടൂർണൽ ആക്ടിവിറ്റി ഉള്ള പാമ്പുകളാണ്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യർ ഇതിനെ കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ കിടന്നുറങ്ങിയതിന് ശേഷമൊക്കെയാണ് ഇത് ആക്റ്റീവ് ആകുന്നത്. പിന്നെ വേറൊരു സംഗതി എന്ന് പറഞ്ഞാൽ രാത്രി സമയങ്ങളിൽ പണ്ടുള്ളവർ പ്രത്യേകം പറയുന്ന ഒരു മുൻകരുതലാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും ഒരാൾക്ക് കിളിമാനൂരുള്ള ഒരു അമ്മയ്ക്ക് പാമ്പ് കടിയേറ്റത് കിണറിനടുത്ത് വെച്ചാണ്. അതായത് കിണറിനടുത്തേക്കൊക്കെ രാത്രി സമയങ്ങളിൽ പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെ പാമ്പുണ്ടാവും എന്ന് പറയും. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ വെള്ളം കോരുന്ന കിണറാണ്. തൊട്ടിയും കയറും ഉപയോഗിച്ച് വെള്ളം കോരും. അവിടെ വെച്ച് തന്നെ നമ്മൾ കുളിക്കും, അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ തുണികളൊക്കെ കഴുകും, പാത്രങ്ങളൊക്കെ കഴുകും. അപ്പോൾ കുറേ വെള്ളം കിണറിന് ചുറ്റും എപ്പോഴും ഉണ്ടാവും. നിലാവുള്ള രാത്രിയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ ചന്ദ്രൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും, വെളിച്ചം ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ആകാശത്ത് ഇങ്ങനെ പറക്കുന്ന പ്രാണികളൊക്കെ ഇതിലേക്ക്, പ്രത്യേകിച്ച് ഈയൽ പോലുള്ള സന്ധ്യസമയത്ത് പുറത്തിറങ്ങുന്ന പ്രാണികളൊക്കെ ഇതിലേക്ക് അട്രാക്റ്റഡ് ആവും. ഈ വെള്ളത്തിലേക്ക് വന്ന് ചിലത് വെള്ളത്തിൽ വീഴും, അല്ലെങ്കിൽ ആ പരിസരത്ത് വന്ന് വീഴും. തേനീച്ച പോലുള്ള ചെറിയ ജീവികളൊക്കെ അവിടെ വന്ന് വീഴും. അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ പല്ലികളും തവളകളും ആ പ്രദേശത്ത് വരും. ആ പല്ലിയും തവളയും പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പാമ്പ് വരും. മിക്കവാറും ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പിന്നെ നമ്മുടെ ഇപ്പം ഇഷ്ടികയും ഒക്കെ ഉപയോഗിച്ച് അരമതിൽ കെട്ടിയിട്ട് അത് തേച്ച് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സ്റ്റൈലല്ല പണ്ടത്തെ കിണറുകൾ. വെട്ടുകല്ലോ പോലുള്ള സംഗതികളൊക്കെ വെച്ചിട്ട് അതിനിടയിൽ ഗ്യാപ്പുകളൊക്കെ ഉണ്ട്. ഈ പന്നൽ ചെടികളൊക്കെ കിണറിനുള്ളിലും ഉണ്ടാവും. ഇന്നത്തെ പോലെ മൂടിയ കിണറൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ സ്ഥിരമായിട്ട് ആ കിണറിനകത്ത് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഈ പാമ്പുകൾ കൊണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് രാത്രി സമയങ്ങളിൽ കിണറിനടുത്തേക്ക് പോകുന്നതിന് പ്രത്യേകം പഴമക്കാരിങ്ങനെ അത് സൂക്ഷിക്കണമെന്ന് പറയാറുണ്ട്. ഇപ്പോഴും നാട്ടിൻപുറത്തെ കിണറുകളിലൊക്കെ ഇപ്പം ഈ വേനൽക്കാലം ആകുമ്പോഴേക്കും മോട്ടോർ ഉപയോഗിച്ച് അടിക്കാൻ പറ്റാത്ത കിണറിൽ നമ്മളിപ്പോഴും കോരാറുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യം ഉള്ളിടത്ത് പ്രത്യേകിച്ച് ഈ ഒരു കരുതൽ ആവശ്യമാണ് കിണറിനടുത്തേക്ക് പോകുമ്പോൾ. വീട്ടിനകത്തേക്ക് ഇത് വരുന്നതെന്ന് ഞാൻ പറഞ്ഞത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ചാണകം മെഴുകിയ വീടുകൾ ഉണ്ടായിരുന്ന സമയത്താണ്. ഈ സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലോറിങ് വന്നതിന് ശേഷം ഇത് വളരെ കുറവായിരുന്നു. ഇപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന്? ഒന്ന് അതിൻ്റെ ഇപ്പം ഏതെങ്കിലും മാർഗത്തിൽ ഈ കുഞ്ഞുങ്ങൾ വീടിനകത്തേക്ക് കയറിയതോ ഒക്കെ ആകാം. ഇപ്പം വീടിന് പുറത്ത് കുഞ്ഞുങ്ങൾ വെള്ളിക്കെട്ടൻ മുട്ടയിട്ടിട്ട് വീടിന് പുറത്ത് ജനിച്ച കുഞ്ഞുങ്ങളാണെങ്കിൽ വീടിനകത്ത് പല്ലിയുടെ സാന്നിധ്യമോ മറ്റോ വീടിനകത്തേക്ക് ഇവയെ ആകർഷിക്കുന്നു എന്നുള്ളതാണ് ഒരു സംഗതി. അങ്ങനെ കയറിപ്പോകാൻ പറ്റുന്ന വഴികളുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ സംഗതി. അത് ചിലപ്പോൾ ആ വീട്ടിലേക്ക് പടർന്ന് കിടക്കുന്ന വള്ളിച്ചെടിയോ ഒക്കെ ആകാം. ഈ ടൈലിട്ട വീടാണെങ്കിൽ പോലും ടൈലിൻ്റെ കോർണറിലൂടെ ആ ഒരു ഗ്രിപ്പിലൂടെ ഇതിന് വീടിനകത്തേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. വീടിനകത്ത് എത്തുമ്പോഴേക്കും അതിന് അവിടെയും ഒളിച്ചിരിക്കാൻ പറ്റുന്ന, സേഫായിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ദിവസങ്ങളോടെ കഴിഞ്ഞുകൂടാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ എസ്പെഷ്യലി തൃശ്ശൂർ ജില്ലയിലെ കോടാലിയിൽ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾ നിലത്ത് ബെഡിട്ട് കിടന്നുറങ്ങി ആദ്യം, എന്നിട്ട് പിന്നെ കട്ടിലിൽ പോയി കിടന്നുറങ്ങി എന്നുള്ളതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നിലത്ത് കിടന്നുറങ്ങിയ സമയത്തായിരിക്കണം ഈ പാമ്പും കുഞ്ഞ് അവരെ പോയി കടിച്ചിരിക്കാൻ സാധ്യത. കടിച്ചത് കുഞ്ഞു പാമ്പാണ്, കടിയേറ്റതും കുഞ്ഞുങ്ങൾക്കാണ്, കുട്ടികൾക്കാണ്, 8 വയസ്സുള്ള കുട്ടികൾക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാമ്പ് ഒരാളെ കടിച്ചു, രണ്ടാമതൊരാളെ കടിച്ചാൽ വിഷമേൽക്കില്ല എന്നൊക്കെയുള്ള ധാരണ അസ്ഥാനത്താണ്. ആക്ച്വലി 2, 3, 4 പേരെ കടിച്ചാലും എല്ലാവർക്കും ഇൻവെൻവേഷൻ സീരിയസ് ആകാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. കുഞ്ഞു പാമ്പായതുകൊണ്ട് വിഷമില്ല അല്ലെങ്കിൽ കടിച്ചാൽ കുഴപ്പമില്ല എന്നൊക്കെയുള്ള ധാരണയും തെറ്റാണ്, വളരെ തെറ്റാണ്. കുഞ്ഞു പാമ്പ് കടിച്ചാലും ഒന്നിലധികം കുഞ്ഞുങ്ങളെ കടിച്ചാലും ഒക്കെ സീരിയസ് ആയിട്ടുള്ള ഇൻവെൻവേഷന് എല്ലാ സാധ്യതയും ഉണ്ട്.